മിനിയാത്ത തൃശ്ശൂർ പ്രോഗ്രാമിന്റെ അനുഭവങ്ങൾ പറയാനുള്ളവരൊക്കെ പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സാർ. കേക്കട്ടെ, വരാത്തവരൊക്കെ വരാത്തവർ കേൾക്കട്ടെ, വന്നവർ പറയട്ടെ. നമസ്തേ സാർ. പറയാൻ വാക്കുകളിൽ ഒതുങ്ങില്ല. അത്രയും മനോഹരമായിരുന്നു, ഒരു ഉത്സവമായിരുന്നു. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷ സമൃദ്ധമായ ആ ഒരു നിമിഷം നമുക്ക് മറക്കാൻ പറ്റില്ല. തൃശ്ശൂരിൽ വന്നതിന്റെ ആ പവർ, സന്തോഷം. അന്ന് തന്നെ എനിക്ക് 35,000 രൂപ കിട്ടാനുള്ളത് കിട്ടി സാർ. ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. പിന്നെ സാർ എല്ലാവരും മേഡത്തിനെ കാണാൻ പറ്റി, കുറെ സംസാരിച്ചു. ഞങ്ങള് കുറെ അങ്ങനെ എല്ലാവരായിട്ടൊക്കെ കണ്ട് സംസാരിച്ചു. അത് കുറെ സന്തോഷം. താങ്ക് യു സാർ, ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടായി. ശ്രീജക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നല്ലോ വന്ന് അവിടെ ഇരിക്കുമ്പോ. എന്താന്ന് അറിയത്തില്ല സാർ. സാറിനെ കണ്ടപ്പോ എനിക്ക് എന്തോ. ശ്രീജ പോയോ? ഇങ്ങനെ ഒരു പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിരുന്നേ അല്ല സാർ. അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ ഏതോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാശും കിട്ടിയല്ലോ അല്ലേ? അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. കുറെ നാളായ പൈസയായിരുന്നു. ചോദിച്ച് ഞാൻ അടുത്ത പൈസയാ. പക്ഷെ അത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന വഴി എന്റെ അക്കൗണ്ടിൽ അവർ ഇട്ട് തന്നു, ഞാൻ വിളിക്കുകയൊന്നും ചെയ്യാതെ. കല്ല് കൈ പിടിച്ചതിന് ഗുണമുണ്ടായി. ഉണ്ടായി സാർ. അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തതിന് ഗുണമുണ്ടായി. ഓക്കെ, വേറെ ആരൊക്കെയാണല്ലേ പറയാനുള്ള? അവിടെ നമുക്ക് ആർക്കും പരസ്പരം ഒന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല, സമയം ഉണ്ടായില്ല. ജസ്റ്റ് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു എന്നല്ലാതെ ബാക്കി അഭിപ്രായങ്ങളൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഇന്ന് നിങ്ങൾ പറഞ്ഞോളൂ. പിന്നെ ദിവസം നമ്മൾ തൃശ്ശൂർ പ്രോഗ്രാം മാത്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ കോമൺ ആയിട്ട് പറ്റുള്ളൂ കേൾക്കാൻ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. സത്യഭാമ പറഞ്ഞ പോലെ സത്യഭാമയുടെ മോളും മോളും 3 പേരും വന്ന് പങ്കെടുത്തു. 3 പേര് മറ്റ് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് അവർ വന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നിട്ട് നിങ്ങൾ വന്നല്ലോ. അതുപോലെ ഒരുപാട് ആൾക്കാർ, നിങ്ങൾക്ക് ഓരോ ആൾക്കാർ അൺമ്യൂട്ട് ചെയ്ത് പറയാനുള്ള പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾ അതിന് എത്തിയതിനു ശേഷം നിങ്ങൾക്ക് വീട്ടിലെ അനുഭവങ്ങളും അവിടെ എത്തിയപ്പോൾ അനുഭവം ഒരു 1/2 മണിക്കൂർ നമ്മൾ സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കാം. ഇന്ന് വേറെ ക്ലാസ് ഒന്നുമില്ല. ഞാനിപ്പോ ഇങ്ങനെ ടൂർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും, ഞാനും അഡ്മിന്മാരെല്ലാവരും നേരെ ഊട്ടിയിലേക്ക് വന്നു. ഇവിടെ ഉണ്ട് എല്ലാവരും, എൻ്റെ കൂടെ ഉണ്ട്. വൈഫുണ്ട്, അതുപോലെ പ്രസീതയുണ്ട്, രാധികയുണ്ട്, രാധികയുടെ ഭർത്താവുണ്ട്, പിന്നെ പ്രസീത കുട്ടികളുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ ഇങ്ങനെ ഞങ്ങളൊരു വീഡിയോ ഒക്കെ കണ്ടു സാർ. ഞങ്ങള് ഫേസ്ബുക്ക് വീഡിയോ കിടക്കുന്ന കണ്ടു. അപ്പൊ ഞങ്ങളൊരു ഇവിടെ വീടെടുത്തു. ആ വീടെടുത്തിട്ട് താമസിക്കുകയാണ്, റിസോർട്ട്. 2 ദിവസം ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിൽ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 13-ാം തീയതിയാണ് നമ്മുടെ പുസ്തക പ്രകാശനം ഒഫീഷ്യലായിട്ട് നടക്കുന്നത്. കാസർഗോഡ് മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് 13-ാം തീയതി പ്രസിദ്ധ 3 സാഹിത്യകാരന്മാർ ചേർന്ന് നമ്മുടെ 3 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നു. കാരണം നമ്മൾ ഇന്റേണൽ ആയിട്ടല്ലേ ചെയ്തുള്ളൂ. അപ്പൊ പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് കരുതി അത് ജില്ലാ ലൈബ്രറി കൗൺസിലൊക്കെ ചേർന്നിട്ട് നമ്മൾ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അപ്പൊ 13-നാണ് ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ ഇനോഗ്രേഷൻ പുസ്തക പ്രകാശനം നടക്കുന്നത്. അപ്പൊ കാസർഗോഡ് ഭാഗത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എത്തുക. ആ ഭാഗത്ത് ഇപ്പൊ നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവരാരൊക്കെ ആണെങ്കിലും കാസർഗോഡ് ഭാഗത്തുള്ളവർ 13-ാം തീയതി 2 മണിക്ക് മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. നമ്മുടെ അംബികാസുധൻ മാങ്ങാടും അതുപോലെ തന്നെ അഷ്ടമൂർത്തി KV സാഹിത്യകാരന്മാരാണ്. അതുപോലെ PK പാറക്കാട്, താഹ മാടായി എന്നിവർ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്യുന്നു. 4 പുസ്തകങ്ങളാണ്, 3 അല്ല 4 പുസ്തകങ്ങൾ ഒന്നിച്ച് പബ്ലിഷ് ചെയ്യാണ്. ആദ്യമായിട്ടായിരിക്കും ഒരു വേദിയിൽ ഒരേ എഴുത്തുകാരന് 4 പുസ്തകങ്ങൾ ഒന്നിച്ച് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് തോന്നുന്നു. അറിയില്ല, ഉണ്ടോന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഉണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ പറയാം. നമ്മുടെ മാസ്റ്റർ ഇൻ ബിസിനസ് എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ ആകർഷണ നിയമം എന്ന പുസ്തകവും ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന പുസ്തകവും അച്ഛൻ കവിതകളുമാണ് ഒഫീഷ്യലായിട്ട്
നാളെ 13-ാം തീയതി കാസർഗോഡ് നടക്കുന്നത്. അപ്പൊ ഇന്നലെ മിനിയാന്ന് തൃശ്ശൂർ പ്രോഗ്രാം ചെയ്തും ഇതേ സംഭവം ആകസ്മികമായി അവിടെ നടന്നു എന്നത് ഒന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ കേട്ടോ. ഈ അച്ഛൻ കവിതകള് ആക്ച്വലി അവിടെ പ്രകാശനത്തില്ലാത്ത പുസ്തകമായിരുന്നു. പക്ഷേ ശുഭാപ്തി വിശ്വാസ ജീവിത വിജയത്തിന്റെ രഹസ്യം പ്രകാശനം ചെയ്ത നമ്മുടെ കവി പ്രകാശനം ചെയ്തു കഴിഞ്ഞ് സംസാരിച്ചത് അച്ഛൻ കവിതയെ പറ്റി ആയിപ്പോയി. എന്തൊരു മിറാക്കിളാണ് ചില സമയത്ത് നടക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ആക്ച്വലി അവിടെ പ്രകാശനം ചെയ്ത പുസ്തകത്തിന്റെ പേരും അതവിടെ വെച്ചുകൊണ്ട് ആ കവി മുഴുവൻ സംസാരിച്ചത് അച്ഛൻ കവിതകളെ പറ്റിയിട്ടാണ്. എന്നിട്ട് രണ്ടാമത് ഞാനത് പറഞ്ഞപ്പോൾ പുള്ളി തിരുത്തി രണ്ടാമത് വന്നു. പക്ഷെ 2 പുസ്തകത്തെ പറ്റി പറയണം. അപ്പോൾ ശരിക്കും നമ്മളെ വേദിയിൽ തന്നെ 4 പുസ്തകങ്ങളും ഒഫീഷ്യലായിട്ട് അവിടെ ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. ആർക്കും പറയാനുള്ള സംസാരിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിശദമായി പറയാം. കൺഫ്യൂഷൻ വേണ്ട, ആരായാലും പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോട്ടെ സാർ? ആര് വേണം പറഞ്ഞു. സാറേ, ഒരു മാസം ആയതേ ഉള്ളൂ ഞാൻ ഇതിനകത്തിൽ വന്നിട്ട്. ഞാൻ സാറിനെ കണ്ട് നേരിട്ട് സംസാരിച്ച് എല്ലാ കഥകളും പറഞ്ഞു. പക്ഷെ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്തു. എല്ലാം നല്ല കാര്യങ്ങളാണ് എനിക്ക് അത് തന്നത്. പക്ഷെ അവിടോട്ട് വരാൻ, എറണാകുളത്ത് വരാൻ ഫീസൊക്കെ അടച്ചു. പക്ഷെ എനിക്ക് ശമ്പളം വീണില്ലായിരുന്നു. അപ്പം ഫീസും ഒക്കെ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങോട്ട് വരാനായിട്ട് സത്യസാറിനോട് പറയാൻ 1500 രൂപ എൻ്റെ ഉള്ളായിരുന്നു. അപ്പൊ ഒരു വഴിക്ക് 2 പേരും കൂടെ വരുമ്പോ ചെലവില്ല, ട്രെയിൻ കൂലി 70 രൂപ വെച്ചേ ഉള്ളായിരുന്നു. പക്ഷെ എനിക്കൊരു മനസ്സിനൊരു ഭയങ്കര വിഷമം. ഞാൻ വിചാരിച്ചു ശനിയാഴ്ച വൈകിട്ടെങ്കിലും ശമ്പളം വീഴും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സാറിനെ വിളിച്ചു, ഓഫീസറെ വിളിച്ചപ്പോ പറഞ്ഞു ബില്ല് കൊടുത്തിട്ടുണ്ട്, ചിലപ്പോ നമ്മുടെ മാർച്ചിന്റെ ഇതുകൊണ്ടായിരിക്കും വീഴാത്തതെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനപ്പോ ആത്മധൈര്യത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടിയാണ് വരുന്നത് ഈ 1500 രൂപയും കൊണ്ട്. പക്ഷെ താനോട് പറയാൻ, ഞാൻ രാവിലെ പറഞ്ഞ പോലെ എനിക്ക് അവിടെ വന്നു കഴിഞ്ഞ് റൂമിന് പൈസ അടയ്ക്കണം. പിന്നെ ഞങ്ങൾ 2 പേരും ഒരു സ്ഥലത്തേക്ക് വന്നതല്ലേ. പുസ്തകം എൻ്റെ സാറിനെ കണ്ട നാളെന്ന പോലെ ഈ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിയപ്പം എൻ്റെ ആഗ്രഹം ഈ പുസ്തകം വാങ്ങണമെന്നായിരുന്നു. അപ്പൊ ഈ 1500 രൂപ കൊണ്ട് ഞാൻ അവിടെ വരുന്നു. ശമ്പളം 5 മണി 6 മണി വരെ വീഴുമെന്ന് വിചാരിച്ചു, വീണില്ല. അപ്പൊ ഞാൻ ശകലം ഡൗൺ ആയി, മനസ്സൊന്നതായി. പക്ഷെ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുത് ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് അതിന് ആത്മവിശ്വാസം ഉണ്ടായി. തീർച്ചയായിട്ടും എന്റെ ഏട്ടനോട് ഞാൻ പറഞ്ഞ, എന്റെ അക്കൗണ്ട് ഏട്ടാ പൈസ വന്നില്ല, ഏട്ടന്റെ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു വേണ്ട അതിനകത്തൊന്നും ഒന്നുമില്ല, വരില്ല, എവിടെ നിന്ന് വരാനാ, കാണത്തില്ല, ഞാൻ ഉച്ചയ്ക്ക് നോക്കിയതാണെന്ന് പറഞ്ഞു. അപ്പൊ സാറിനോട് പറയാം, ഞാൻ തൊഴുതേച്ച് വന്നു, ചേട്ടനും ഞാനും കൂടെ അമ്പലത്തിന്റെ മുറ്റത്ത് വന്നിട്ട് അങ്ങോട്ട് മാറി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. 2 പേരും ഒരേ ഐസ്ക്രീം വാങ്ങിച്ചു. കഴിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് വിശ്വാസമുണ്ട്, ഏട്ടൻ ഇങ്ങോട്ട് തന്നേന്നും പറഞ്ഞു ഇത് വാങ്ങിച്ച് ഞാൻ ഏട്ടന്റെ ഗൂഗിൾ പേ ഓൺ ആക്കുകയും സാറിനോട് പറയാൻ ഞെട്ടിപ്പോയി. സത്യം ഞാൻ പറയുക, എന്റെ ശമ്പളം വീണില്ല, പക്ഷെ ഏട്ടന്റെ അക്കൗണ്ടിൽ 7500 രൂപ വന്നു. 2 പേരും ഞാന് പൈസ ചേട്ടാ, പൈസ വന്നേട്ടാ, എന്റെ ശംഭു, എന്റെ മഹാദേവ, എന്റെ പ്രപഞ്ചശക്തിയെ എന്ന് വെച്ചിട്ട് സാറിനെ പെട്ടെന്ന് മനസ്സിലോർത്തു. സാറിനെ ഇങ്ങനെ മനസ്സുകൊണ്ട് വിളിച്ചപ്പോഴത്തേക്കും എന്നോട് ഒന്ന് കള്ളം പറയില്ലേ, ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. 2 പേരും സാറിനോട് പറയാൻ 2 മിനിറ്റ് ഞങ്ങൾ 2 പേരും സ്തംഭരായിപ്പോയി. എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, അല്ലെ ഇതെന്താണ് ഇതിനകത്തിലെ. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇത് മിറാക്കിൾ തന്നെ ആയിട്ടാ. കാരണം 2020 3 ദിവസത്തെ 2020 കഴിഞ്ഞ് മനസ്സിന്റെ തന്നെയല്ല. ഞാൻ ഇവിടുന്ന് കണ്ണാടി രാവിലെ ഉച്ചയ്ക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോ ഞാൻ കണ്ണാടി ടെക്നിക്ക് ചെയ്തു. കണ്ണാടി ചെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എന്നെ സന്തോഷിപ്പിക്കില്ലേ, ഞാൻ പോവുകയാണ്, ഞാൻ ഇതൊക്കെയാണെന്നുള്ള അനുഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു എന്റെ കൂടെ വരില്ലേ, എന്റെ മനസ്സിൽ എന്റെ കൂടെ ഉണ്ടാകണം, ഞാൻ അവിടെ ചെല്ലുമ്പോൾ സന്തോഷിക്കണം, എന്റെ കൂടെ വരണം എന്ന് കണ്ണാടിയെ നോക്കിക്കൊണ്ട് സാറിനോട് പറയാൻ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരുങ്ങി നിന്നേച്ച് ഞാൻ ചെന്ന് കണ്ണാടി നോക്കി പറഞ്ഞിട്ടാവും ഞാൻ പോവാണ്, എന്റെ കയ്യിൽ ഇത്രയാണുള്ളത്, ഞാൻ പോവാണ്, എനിക്ക് എന്തോ അവിടെ എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തരണമെന്ന് ഇങ്ങനെ പറയും സാറിനോട് പറയാൻ. കണ്ണാടിയിലൂടെ നോക്കിയിട്ടാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇല്ല സാറേ, ലോകത്തിൽ ഇനി ഒന്നിനും ഒരു ശക്തിക്കും ദൈവത്തിനും അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ഞാൻ വിശ്വസിക്കുന്ന അവർക്ക് ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സാറിനോട് പറയാൻ. തീർച്ചയായിട്ടും ഇപ്പൊ സാറിനോട് ഒരു പണിയുടെ ഒരു വർക്കിന്റെ കാര്യം ഇപ്പൊ ഒരു പയ്യൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഇന്നലത്തെ ടെക്നിക്ക് ചെയ്ത് നമ്മുടെ കല്ലിന്റെ
എപ്പോ ഒരു പയ്യൻ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു നാളെ പോയി റേറ്റ് പറഞ്ഞൊന്ന് പറഞ്ഞ് നമുക്കത് സെറ്റിലാക്കാം. അത്രയും കൂടെ വാക്കൂടെ വന്നിരിക്കുകയാണ് സാറിനോട് പറഞ്ഞു. അവിടെ വരെ എത്തി. ഇനിയും ബാക്കി ഇന്ന് സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബാക്കി നാളെ ചെന്ന് കഴിയുമ്പോ അത് തീർച്ചയായിട്ടും കൈകളിൽ എത്തും. ഉറപ്പാണ് സത്യം സാർ സത്യം. വിശ്വസിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും അങ്ങേയറ്റം വരെ എന്റെ ജീവിതത്തില് മരണം മരിച്ചാൽ പോലും ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഹാപ്പിനെസ് മെഡിറ്റേഷൻ ഉണ്ടാവും. പിന്നെ ഇനി അതൊരു സന്തോഷത്തോടെ പറയുന്നു, എന്റെ ഒരു ചേച്ചി, എന്റെ അനുഭവം ഞാൻ ഇതെല്ലാം സാർ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്റെ അംഗൻവാടിയുടെ തൊട്ട് മേളിലാണ്. ഞാൻ ജോലി ചെയ്യുന്ന അംഗൻവാടിയുടെ അടുത്ത വീടാണ്. അപ്പൊ ചേച്ചിയോട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ സാറിന്റെ അനുഭവങ്ങളൊക്കെ പറയുമ്പോ പുള്ളിക്കാരി ഇന്ന് എന്നോട് വന്ന് പറയുന്നു, മോനെ എനിക്കും വരണം, മെഡിറ്റേഷനിൽ പങ്കെടുക്കണം, ഞാനും ജോയിൻ ചെയ്യാൻ വന്നാ പോവാം, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് എന്നോട് വന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരത്തി 2 ദിവസത്തിനകത്ത് മെഡിറ്റേഷൻ ക്ലാസ്സിൽ, നമ്മുടെ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നോട് ഉറപ്പ് പറഞ്ഞു. അതാണ് എന്റെ സന്തോഷം. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം പറയാനുള്ളത്. പിന്നെ എന്റെ വേറെ ഒരു ഫ്രണ്ട്, ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു, അതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് രാധാമണി പറയും. ചേച്ചിയും കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാനും വരുവാ. ഇന്നലെ തൃശ്ശൂരെ വിശേഷങ്ങളെല്ലാം ഫോണിലൂടെ 10 മണി വരെ ഞങ്ങൾ സംസാരിച്ചു, അവിടെ പിന്നെ ഹോട്ടലിൽ താമസിക്കുമ്പോ തന്നെ. അപ്പൊ ചേച്ചിയും എന്നോട് പറഞ്ഞു, നമ്മുടെ ശമ്പളം വീണാൽ ഉടനെ ഞാൻ നിന്റെ കൂടെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. സഹോദരിയും വരാനായിട്ട് തയ്യാറായി ഇങ്ങനെ നിൽക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് അവരെയും കൂടെ കൊണ്ടുവന്നാൽ ഞാൻ ധന്യയായി സാർ, ഞാൻ ധന്യയായി. നന്ദി, ഇതിനെല്ലാം നന്ദി സാറിനോടും എന്റെ പ്രപഞ്ച ശക്തിയോടും നന്ദി. 1 കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. താങ്ക് യു. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും വരാനുണ്ട്, ഇനിയും സംഭവിക്കാനുണ്ട്. ഇതൊക്കെ തുടക്കം മാത്രമാണ്. നമ്മൾ ആദ്യം 1 to 1 ഇരുന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ, റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പാണ്. അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലല്ലോ ഓരോന്നായിട്ട്? ഇല്ല തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് തന്നെ ചെയ്യും. താങ്ക് യു സതി. രണ്ടുപേരും അവരോടും ക്ലാസ്സിൽ സമയം കിട്ടുന്ന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ കേട്ടോ. ഓ ഞാൻ പറയാം. അല്ല മറ്റു ഞാൻ വത്സലെന്ന് പറഞ്ഞ ഇപ്പൊ ഉടനെ നാളെ മറ്റന്നാളോ ചേട്ടനും വന്നിരിക്കും. ചേട്ടനും വന്നിരിക്കുന്നുണ്ട് ഇപ്പൊ. അതാണ് സാറേ സന്തോഷം. ഇങ്ങനെ ഒന്നും ചിരിക്കൂല. നമ്മുടെ ക്ലാസ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും സാറ് പറഞ്ഞെല്ലാം കേട്ട് ചിരിച്ചിട്ട് പോലും ചേട്ടൻ ഇവിടെ ആയാലും ചിരിക്കത്തില്ല സാറേ, എന്നോടും ചിരിക്കില്ല, ആരോടും തന്നെ ചിരിക്കാത്ത ഒരു മനുഷ്യൻ. അപ്പൊ അവിടെ നിന്ന് ചിരിച്ചപ്പോ ഞാനിങ്ങനെ പുറകിരുന്ന് നമ്മുടെ പുറകിൽ നിന്ന് എല്ലാരും ചോദിച്ചിട്ട് ഹസ്ബൻഡ് ആണോ അത്? കാരണം ഇങ്ങനെ ഞാൻ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്തപ്പം. അപ്പൊ ചേട്ടനും ഇപ്പൊ വരവ് തുടങ്ങി, വന്നു മാറി, ഒരുപാട് മാറ്റങ്ങളായി. തീർച്ചയായിട്ടും ഇതിലേക്ക് വരാൻ ഞാൻ കരഞ്ഞതാണ്. ഒരു മെസ്സേജ് ഇട്ടപ്പോ സാറിനോട് പറഞ്ഞു, സതി എന്ത് സതി നെഗറ്റീവ് ഇടുന്നേ? അപ്പൊ എന്റെ മനസ്സിൽ പൊട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. ചേട്ടൻ ഇതിനകത്തില് ഇതാകുന്നില്ലല്ലോ, ഏട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലല്ലോ. ഞാൻ എത്ര ദിവസം വിളിക്കും, ഏട്ടാ 5 മണിക്ക് എഴുന്നേക്ക്, നമുക്ക് 2 പേരും കൂടെ മെഡിറ്റേഷനിൽ കയറാം. അപ്പൊ ഏട്ടൻ ഇങ്ങനെ മൊസല് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക സാറിനോട് പറയും. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനകത്ത് കയറിയപ്പോഴാണ് സാറിനോട് പറയാം, അതാണ് ഏറ്റവും വലിയത്. ഇപ്പൊ ചിരിക്കുകയൊക്കെ ചെയ്യും സാറിനോട് പറയാൻ. അതാണ്, അതെല്ലാം നന്ദി, ഒരുപാട് നന്ദി സാറിനോട്. വടക്കുന്നാഥന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉറപ്പാണ്. തീർച്ചയായിട്ടും സാറേ, തീർച്ചയാണ് സാർ. സത്യം ഞാൻ കരഞ്ഞു സാർ. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, എന്റെ ദുഃഖങ്ങളെല്ലാം കരഞ്ഞു ഞാൻ പറഞ്ഞു സാറിനോട്. കുറെ നേരം ഞാൻ അവിടെ ഇരുന്ന് വെറുതെ ആ മരത്തിന്റെ ചുവട്ടി വന്ന് സാറിനോട് പറയാൻ കുറെ നേരം ഇരുന്നു, ഭാരം ഇറക്കി വെച്ചിട്ട് അവിടെ ഇരുന്നു. അടുത്ത ആരെയാ സംസാരിക്കാനുള്ളത്? സംസാരിച്ചോളൂ സാറേ. പറഞ്ഞു കഴിഞ്ഞോ? ഞാനൊന്ന് പറയട്ടെ. മല്ലിക പറഞ്ഞു. സാറേ, ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടപ്പോഴേ സാറിന് ഞങ്ങളുടെ അവസ്ഥ സാറേ എങ്ങോട്ടോ പോകാൻ നിൽക്കുമായിരുന്നു. അയ്യോ കാണുന്നില്ല. എന്നെ കാണുന്നില്ലേ? ഞാൻ ഇവിടെ ഉണ്ട്. അതിവിടെ എന്തോ പറ്റിപ്പോയതാ. സാർ സാറിനെ പെട്ടെന്ന് കണ്ടപ്പോഴേ അങ്ങനെ സാറിനെ കാണുന്ന ഞങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചില്ല. കാരണം സാർ അങ്ങനെ രാത്രി ഒന്നും അങ്ങനെ ഞങ്ങള് ഈശ്വരനെ പോലെ കരുതുന്ന ഒരാള് പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിലെത്തിയപ്പോ ഞങ്ങളാകെ വണ്ടറടിച്ച് നിന്നുപോയി. ഞങ്ങൾക്കൊന്ന് പിന്നെ ആ സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാൻ പാടുവോ, ഇല്ലേ സാർ എങ്ങോട്ടോ പോകാൻ ഇറങ്ങിയതാണല്ലോ, അപ്പൊ ഞങ്ങൾക്ക് സംസാരിക്കാൻ പാടുവോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. കുറച്ച് ഞങ്ങൾ റൂമിൽ ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു പോയി സംസാരിക്കാൻ പാടുവോ ഒന്ന്. പിന്നെ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തിലായിരുന്നു. അതിന്റെ ഒരു
ഞങ്ങള് ക്ഷേത്രത്തിൽ പോയി. ഹോട്ടലിൽ വെച്ച് ഫ്ലോർ മാറി കണ്ടപ്പോൾ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ അപ്പൊ രാവിലെ ഞാൻ പറഞ്ഞപ്പോഴും പിന്നെ സാർ അന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും സംസാരിക്കാൻ 2-3 മിനിറ്റ് സംസാരിക്കാൻ സമയം തരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള സമയത്തെ നമുക്ക് സംസാരിക്കാൻ പാടൂ എന്ന് വിചാരിച്ചു. പിന്നെ സത്യം പറഞ്ഞ സാറിനെ കണ്ടപ്പം എനിക്കിങ്ങനെ ഒരു വന്നു വേറെ മനസ്സിലും ഒക്കെ എനിക്ക് സംസാരിക്കാൻ തന്നെ വരുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന്. പിന്നെ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോ അത് മാറി. പക്ഷെ പിന്നെ ഞങ്ങൾ വന്ന് നോക്കി സാറ് പോയോ നോക്കി. അപ്പൊ സാറ് ലിഫ്റ്റിലേക്ക് കയറി. അതുകൊണ്ട് ഞങ്ങൾ അത് എന്തെങ്കിലും തടസ്സമാണോ എന്ന് എനിക്കറിയില്ല. സാറ് പറഞ്ഞിരുന്നു രാവിലെ. അല്ലല്ല അതൊന്നും തടസ്സമായിട്ടൊന്നും എടുക്കരുത്. അതൊന്നും തടസ്സമൊന്നുമല്ല. അത് പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നെ അവിടെ. അതെ, ഞങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചു. പിന്നെ പിന്നെ സാറ് 13-ാം തീയതി ഞങ്ങള് വരാൻ നോക്കുന്നുണ്ട് സാറ് കാസർഗോഡിന്. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാസർഗോഡ് ഇവിടെ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ചല്ലേ ദൂരമേ ഉള്ളൂ. സമയവും കൂടെ ഒന്ന് അറിഞ്ഞ് ഞങ്ങള് അറിഞ്ഞോളാം. 2 മണിക്ക് ഉച്ച കഴിഞ്ഞു 2 PM. ഓക്കെ സാറേ, ഞങ്ങക്ക് വരാൻ പറ്റും. ഞങ്ങക്ക് ഇവിടുന്ന് 5 മണിക്ക് ബസ് ഉണ്ട്. രാവിലെ പുലർച്ചെ 5 മണിക്ക് ബസ് ഉണ്ട്. രാവിലെ 5 മണിക്കൊന്നും വെച്ച് വരണ്ട. ഇത് അങ്ങനെയുള്ള പ്രോഗ്രാം അല്ല. ഇത് വെറും ആ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവൂ. അതെ സാറേ, ആ സമയം ഞങ്ങൾക്ക് അവിടെ എത്താൻ 2 മണിക്ക് ഞങ്ങൾക്ക് എത്തണമെങ്കിൽ ഞങ്ങളൊരു 12 മണിയാകുമ്പോ എത്തിയാലല്ലേ ഞങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള നമ്മളെ ഹാപ്പിനെസ് മാസ്റ്ററുടെ പ്രോഗ്രാം ഒന്നും അല്ല. അതുപോലെ പ്രോഗ്രാം അല്ലത്. അല്ല, അത് കോമൺ ആയിട്ട് നാട്ടിലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലൈബ്രറി പ്രോഗ്രാമാണ്. പിന്നെ വേറെ ഒരു സാറേ, ഞാനിന്ന് അല്ല, സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായി പറഞ്ഞാല് ഈ ഹാപ്പിനെസ് മാസ്റ്റർ എന്താണെന്നോ ലോ ഓഫ് അട്രാക്ഷൻ എന്തോ ആണെന്നും പലർക്കും അറിയില്ല. ഈ പ്രകാശൻസ് പറഞ്ഞു വരുന്ന ആൾക്കും കൃത്യമായിട്ടും വലിയ പിടിയൊന്നും ഇല്ല ഇതിനെ പറ്റിയിട്ട്. ബുക്ക് ഏതോ സാഹിത്യകൃതിയാണ്, അത് പ്രകാശനം ചെയ്യുന്നത് മാത്രമേ അറിയുള്ളൂ. കാസർഗോഡ് ജില്ലയിൽ തന്നെ അത്ര വലിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര വലിയ അങ്ങനെ ഒരു ഇതായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉണ്ടോന്ന് അറിയില്ല, എന്റെ അറിവില്ല. കാരണം നമ്മുടെ സ്റ്റുഡൻസ് മരുന്നെത്തുണ്ട് സാറേ, വീഡിയോ ഓൺ ചെയ്യാത്ത നഴ്സിംഗ് ചെയ്യാൻ നെറുകിൽ മരുന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മല്ലിക ഈ നസ്യം ഒക്കെ എപ്പോഴും ചെയ്യുന്നത്. എപ്പോഴും ചെയ്യാറില്ല സാറേ. ഞാനിപ്പോ ഒരു പത്മനാഭ ആയുർവേദ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു സൈനസ് ഉണ്ട് ഇവിടെയൊക്കെ, സൈനസൈറ്റിസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഒരു 7 ദിവസം ചെയ്യാൻ പറഞ്ഞു. വേറെന്താ നിങ്ങൾക്ക് വിഷയമുള്ളത്? വിഷയം മാനസികമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഡിപ്രഷനുള്ള മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പൊ ഞാൻ മനസ്സുകൊണ്ട് തന്നെ ഞാൻ വരുന്നുണ്ട്. തയ്യാറായി എന്ന് പറഞ്ഞാൽ ഞാൻ സാറ് പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവും അതെന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ മാത്രമാണ്, അതെന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഒരു അലൈൻമെന്റ് നിങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. എങ്ങനെ സാറേ? ഒരു അലൈൻമെന്റ് ആവശ്യമാണ് നിങ്ങൾക്ക്. കുറച്ച് ദിവസം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിയാ ക്ലിയർ ആക്കാതെ ഒരു അലൈൻമെന്റ് ആവശ്യമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഇതുമായിട്ട് മൈൻഡ് ആൻഡ് സോളും ആയിട്ടുള്ള അലൈൻമെന്റിന്. പിന്നെ ഞാൻ ഭൂരിഭാഗം ദിവസവും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് സാർ. അന്നേരമൊക്കെ ഞാനിപ്പോ സാറിന്റെ വീഡിയോസ് കാണും, ഇപ്പൊ പുസ്തകം വായിക്കും, അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പോകുന്നത്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വിഷമം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. മോൾ അങ്ങ് വിളിക്കും. അന്ന് ചെന്നൈയിലായിരുന്നു, ഇനിയിപ്പോ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാകുമ്പോ ഞാൻ പോവും, മോളുടെ അടുത്ത് പോയി നിൽക്കും. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എനിക്ക്. പിന്നെ എനിക്ക് രാവിലെ എനിക്കൊരു പൈസ വന്നു. അപ്പൊ ഞാൻ നിഷയോട് പറഞ്ഞു, എന്റെ റൂംമേറ്റ് നിഷയോട് പറഞ്ഞു പൈസ വന്നടി എന്ന് പറഞ്ഞപ്പോ നിഷ പറഞ്ഞു നിങ്ങൾക്ക് ഫലം ലഭിച്ചു എന്ന് പറഞ്ഞു. കിട്ടാനുള്ളതാണ്, പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അത് 2 ദിവസം മുന്നേ കിട്ടി, അത്ര തന്നെ. അല്ല, അപ്പൊ നിഷ പറഞ്ഞു, ഞാൻ പറയാണ് സന്തോഷം. അപ്പോഴാണ് ഞാനത് ഓർത്തത്, ശരിയായിരിക്കാം. പിന്നെ എനിക്ക് മെഡിറ്റേഷൻ 2 ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് മെഡിറ്റേഷൻ അങ്ങനെ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല സാറേ. എനിക്ക് രാവിലെ ചെയ്യുമ്പോഴേ എനിക്ക് അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കിട്ടിയില്ല. എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ വന്നുപോയി. എന്നാലും ഞാൻ പിന്നെ ഒരു 8 മണിക്ക് ഞാൻ ചെയ്യാനിരുന്നു. അപ്പോഴ് എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ കോൾ എടുത്തു. അത് അത്യാവശ്യമായിരുന്നു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ കോൾ എടുത്തപ്പോ അവള് മിണ്ടുന്നില്ല അങ്ങന്ന്. പിന്നെ അപ്പൊ ഞാൻ വെച്ചിട്ട് പിന്നെ തിരിച്ചു വിളിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ലാന്ന്. അപ്പൊ അതെനിക്ക് എന്തോ ഒരു തടസ്സം പോലെ എനിക്ക് തോന്നി. അവിടെ അതാണ് ഞാൻ പറഞ്ഞത്. മല്ലികയുടെ കാര്യത്തിൽ ചെറിയൊരു അലൈൻമെന്റ് ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ ചെറിയ മാറ്റപ്പെടുത്താൻ കേട്ടോ. അത് ഫസ്റ്റ് മുതൽ മനസ്സിലാക്കുക. രാവിലെ 8 മണി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, രാവിലത്തെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആരും മിസ്സായെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട.
നമുക്ക് 8:30 മണിക്ക് വീണ്ടും ഒരു മെഡിറ്റേഷൻ ഉണ്ട്. രണ്ടാമത്തെ മെഡിറ്റേഷൻ ജോയിൻ ചെയ്തോളൂ. ഉം. ആരെങ്കിലും രാവിലത്തെ 5:30 മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 8:30 മണിക്കത്തെ മെഡിറ്റേഷൻ ജോയിൻ ചെയ്തോ, ലിങ്ക് തരാം. ഞാനല്ലെങ്കിൽ രാധികയോ ആരെങ്കിലും ആയിരിക്കും ഉണ്ടാവുക, റെക്കോർഡ് പ്ലേ ആക്കും. എനിക്ക് ഓഫീസിൽ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവും, കുഴപ്പമില്ല കേട്ടോ. താങ്ക് യു. ശരി. താങ്ക് യു സാർ, താങ്ക് യു. മല്ലികയുടെ കൂടെ അന്നുണ്ടായത് ആരാ? നിഷ എം, വെള്ളമണ്ട സ്കൂളിലെ സ്റ്റാഫാണ്. ഓക്കെ, ഓക്കെ, ശരി. താങ്ക് യു സാർ, താങ്ക് യു സാർ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. സാറേ, ആ, ഞാൻ പറഞ്ഞോട്ടെ? ഓ പറഞ്ഞോ തന്നെയാ. പങ്കെടുക്കാൻ സാധിച്ച് വളരെ സന്തോഷം. പിന്നെ പറയാൻ വേണ്ടി നിന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സാറേ. സാറിന്റെ ക്ലാസ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയാണെങ്കിൽ പറഞ്ഞാൽ തീരൂല. ഓരോ ദിവസം ഓരോ അനുഭവങ്ങളല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ഒന്നുമില്ല. സന്തോഷം മാത്രം പങ്കെടുക്കാൻ സാധിച്ചതിൽ. നല്ല അനുഭവങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഈ 2 മാസം കൊണ്ട് നടക്കണുള്ളൂ. പിന്നെ അങ്ങനെ പറയണെങ്കിൽ സാറ് പറയുമ്പോൾ ഒരു വലിയൊരു ഡയറി ഫുള്ള് എഴുതി വെക്കണം, ജീവിതത്തിൽ നടക്കണ കാര്യങ്ങൾ. വരാൻ സാധിച്ചത് ഭയങ്കര സന്തോഷം സാറേ. തീർച്ചയായും നല്ല കാര്യം, നല്ല കാര്യം. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ തന്നെയുടെ കുടുംബത്തിൽ എന്നുള്ള ഇപ്പോഴുള്ള പ്രാർത്ഥനയാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ. സാറേ, ഞാനൊന്ന് പറയട്ടെ. പിന്നെ പത്മിനി ശിവൻ ഒന്നും മിണ്ടിയില്ലല്ലോ ഇതുവരെ. സാറേ, ഞാന് അന്ന് തൃശ്ശൂർ വന്നത് ഭയങ്കര അത്ഭുതം. എനിക്ക് തന്നെ സാറിന് നന്ദി, ഒരുപാട് നന്ദി വരാൻ പറ്റിയതിന്. പിന്നെ എന്റെ മോനന്ന് സുഖമില്ലാന്ന് പറഞ്ഞില്ലേ, മോക്കടെ. ഞാൻ പറഞ്ഞു സാറിനോട് ആ തിരക്കിനിടയ്ക്ക് 2 വാക്ക പറഞ്ഞോളൂ, അതാ പറ്റുള്ളൂ. ഇപ്പൊ എന്തോ രാവിലെ ചോദിച്ചിരുന്നത്. രാവിലെ അല്ല, ഇപ്പൊ ഇവിടെ ഞങ്ങള് ഹോസ്പിറ്റലിൽ എടുക്കുവാ, തൃക്കാരിയൂര് ആയുർവേദം. 15 ദിവസം കിടക്കാൻ പറഞ്ഞല്ലേ? 15 ദിവസം. ഓക്കെ, അത് കുഴപ്പമില്ല. അതൊരു വലിയ വിഷയമൊന്നുമല്ല. അത് ജസ്റ്റ് ഒരു എന്താ പറയാ, മസിൽ പിടിച്ചതിന്റെ ഇതെന്താ പറയാ, അതിനകത്ത് ഒരു വായുവിന്റെ ഒരു പിടുത്തം മാത്രമേ ഉള്ളൂ. അത് ശരിയായാൽ മതി. വലിയ പ്രശ്നമില്ല. ഇല്ലില്ല, ഒന്നുമില്ല. അത് വലിയ വിഷയമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. ജസ്റ്റ് ഒരു വായു, അതിനകത്ത് എല്ലിനകത്തേക്ക് വായു കയറിയതിന്റെ ഒരു വിഷയം മാത്രമാണ്. തുമ്മുന്ന സമയത്തുണ്ടായ ഒരു ചെറിയ വിഷയം. അത് ശരിയാക്കി. അത് 15 ദിവസം ഒന്നും വേണ്ട. അത് 10 ദിവസം 12 ദിവസം അവിടെ. അത് പിന്നെ അവർ ചികിത്സ രീതിയാണ്, അത്രേ ഉള്ളൂ. അത് വലിയ ഇതാക്കാനും വേണ്ട, അത് മാറിക്കോളും, ഒരു വിഷയമില്ല. അത് മാറിയെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. തീർച്ചയായിട്ടും അത് പിന്നെ നേരത്തെ മുതൽ ആ ഡോക്ടറെ ട്രീറ്റ്മെന്റ് ഉള്ള കാരണം കൊണ്ട് എല്ലാവരും അവിടെ പോണേ. അപ്പൊ പിന്നെ അന്ന് അങ്ങനെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. അത് മാറിയെന്ന് ഞാൻ വിശ്വസിച്ചു. പിന്നെ ഭയങ്കര സന്തോഷം. എനിക്ക് അന്ന് കൊച്ചിയിൽ വന്നപ്പോ എനിക്ക് ശരിക്കും വർത്താനം പറയാൻ പറ്റില്ലായിരുന്നു, മനസ്സ് ശരിയല്ലായിരുന്നു. എനിക്ക് അന്ന് സാറിനെ കണ്ടതേ മുതൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിപ്പോ ഇങ്ങനെ സന്തോഷിക്കണ കാരണം അടുത്തുള്ളവരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയാണ് ഇപ്പൊ തൃശ്ശൂര് വരുന്നത് ആൾക്കാർ. വന്നത് അത് തൊട്ടടുത്ത വീട്ടിലെ എന്റെ ബന്ധു തന്നെയാണ്. അവര് ഞാന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലൈവ് ക്ലാസ്സിന് അവിടെ പോയിരുന്ന് അവരെ കേൾപ്പിക്കുമായിരുന്നു. അത് യൂട്യൂബിൽ കാണാൻ പറഞ്ഞ് കാണണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് എന്റെ ഫോണിൽ കേൾപ്പിക്കും, പിന്നെ അവരുടെ ഫോണിൽ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു ഈ തൃശ്ശൂർ പ്രോഗ്രാം ബുക്ക് ചെയ്തപ്പോ. പിന്നെ ഇനി അടുത്തുള്ളവരൊക്കെ കാണുന്നുണ്ട് യൂട്യൂബ്. അവർക്കൊക്കെ ഇങ്ങനെ വരാനായിട്ട് വീട്ടിൽ പറയാനൊരു മടി. എനിക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലാത്ത യൂട്യൂബ് കണ്ട് റിസൾട്ട് എടുക്കട്ടെ, എന്നിട്ട് വരട്ടെ. പിന്നെ കുറെ ബാക്കിലായിരുന്നല്ലോ. അതുകൊണ്ട് ആ രണ്ടാമത് ബാക്കിലേക്ക് ഞാൻ വന്നപ്പോഴാണ് എനിക്ക് ഇതുകൂടി പിന്നെ സംസാരിക്കാൻ കൂടുതൽ സമയം കിട്ടിയില്ലല്ലോ ഇവിടെ. ഞങ്ങളും ബാക്കിലായി പോയി. ഞാൻ ബാക്കിലുണ്ടാവും വന്ന് കുറെ നേരം നിന്നല്ലോ, അതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, ഞങ്ങക്ക് കാണാറുന്നു ശരിക്കും സാറിന്. പിന്നെ മോന് വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ പേര് അവര് വരുമോന്ന് അറിയില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അന്നേ പേര് കൊടുത്തില്ലായിരുന്നു. അത് കാരണം ഏറ്റവും ബാക്കിലായിരുന്നു. അനശ്വരയുടെ മോനെ ഒരാള്. കണ്ടില്ല, ശ്രദ്ധിച്ചില്ല.
അന്ന് സാറ് ബുക്ക് പുസ്തകം വാങ്ങി ഒപ്പിടിച്ചായിരുന്നു, മോനെ ഒപ്പിടിച്ചായിരുന്നു. അവൻ ചോദിച്ചിരുന്നു ഞങ്ങളോട്. ശരി. ആ അത് ചോദിച്ചിരുന്നല്ലോ, അമ്മക്ക് കൊടുത്തു വിടുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ അവനോട്. ശരി. ആ ഉവ്വ. അപ്പൊ ഞാൻ അപ്പൊ ഭയങ്കര മറ്റൊരു അപ്പൊ സന്തോഷം. ചോദിച്ചില്ല, ഞാൻ ഒരാളെ ചോദിച്ചില്ല, എനിക്ക് ഓർമ്മയില്ല അന്നേരം തിരക്കിനകത്ത് എന്തൊക്കെ ചോദിക്കാൻ. ഭയങ്കര തിരക്കല്ലായിരുന്നു അപ്പ. പിന്നെ ഞങ്ങൾക്ക് പോരാനാണെങ്കിൽ ബസ് കുറവായിരുന്നു. അത് കാരണം ഞങ്ങളും തിരക്ക് പിടിച്ച് ഓക്കെ, പോകുന്നു. എന്തായാലും നിങ്ങളെല്ലാം എൻജോയ് ചെയ്തല്ലോ, നിങ്ങളെല്ലാം കാര്യങ്ങൾ നന്നായല്ലോ. ആ വലിയ വലിയ ഞങ്ങൾക്ക് മാറ്റങ്ങൾ പിന്നെ ഉണ്ടാവട്ടെ. കൂടെ വന്നവർക്ക് സന്തോഷായി. അപ്പൊ വലിയ പിന്നെ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാവട്ടെ. ഇന്നിപ്പോ എനിക്ക് എന്റെ അക്കൗണ്ടിൽ 5000 രൂപ കയറി സാറേ. എപ്പോ? ഇന്ന് 5000 രൂപ. അപ്പൊ എനിക്ക് ഞാനും എന്റെ മോനൊക്കെ വന്നതിന് ചെലവായ പൈസ ഞാനിങ്ങനെ ഒരു ലോട്ടറി എടുത്തിട്ട് എനിക്കത് കിട്ടണമെന്ന് ഞാനിങ്ങനെ അപ്രിമേഷൻ എഴുതി വെച്ചായിരുന്നു. അപ്പൊ എനിക്ക് ആ പൈസ ഒന്ന് കിട്ടി. അത് ശരി. ഇച്ചിരി കൂട്ടി എഴുതായിരുന്നില്ല എന്നാല്? ചെലവായ പൈസ മാത്രം അങ്ങനെ കുറച്ച് കൂട്ടി വലിയ എഴുതായിരുന്നില്ല? ആഗ്രഹം ഞാൻ വെച്ചില്ല. അതാ ചെലവായ പറഞ്ഞത്. പൈസ അല്ലാതെ പൈസ കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഒന്നിച്ച് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. അപ്പൊ നാളെ മറ്റന്നാൾ ഒന്നുകൂടി എടുക്ക് അടുത്ത കാശ്. ഇന്ന് കുറേ പേര് മെസ്സേജ് അയച്ചു. പ്രസീത പറയണ്ടായിരുന്നു, കുറേ പേര് മെസ്സേജ്, അടുത്ത പ്രോഗ്രാം എപ്പോഴാ എവിടെയാ വെക്കണേ, തയ്യാറാവാൻ റെഡി ആവട്ടെ എന്ന് പെട്ടെന്ന് ചോദിച്ചു. ഇപ്പൊ അടുത്തത് എവിടെയാണോ അവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. സാറേ അടുത്ത ക്ലാസ് വെക്കുമ്പോ 2 ദിവസം വെക്കണം സാറേ. ഓടി അങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ നമുക്ക് തിരക്കായി. അപ്പൊ പെട്ടെന്ന് നമ്മളിങ്ങ് പോരുവാ. ഒരു ദിവസം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുള്ളി ചാടി എൻജോയ് ചെയ്ത് എല്ലാരും ഒക്കെ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടും ഒക്കെ പാടി. ജീവിതത്തിൽ ഇനി അതേ ഉള്ളു സാറിനോട് പറയാൻ. എല്ലാവർക്കും ഭയങ്കര സന്തോഷം അത് കാരണം. ഹലോ സാർ, ഒന്ന് പറഞ്ഞോട്ടെ സാറേ. നമ്മുടെ പറഞ്ഞോളൂ. ക്ലാസ്സിലെ രാകേഷ്, നമ്മുടെ ഓക്കേ. ക്ലാസ്സിൽ വന്ന പുതിയ ആള് രാകേഷിന് സാറേ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ദുബൈയിലെ ഹോസ്പിറ്റലാന്ന്, പ്രയർ ചെയ്യണമെന്ന് പറയാനാ സാറേ. രാകേഷോ? അതെ. എപ്പോ? എപ്പോഴാണ്? ഇപ്പോഴും മെസ്സേജ് കണ്ടോ സാറേ? എവിടുന്ന് മെസ്സേജ് ഒന്നുമില്ല. നമുക്ക് ആരാ മെസ്സേജ് അയച്ചത്? എനിക്ക് രാകേഷ് മെസ്സേജ് അയച്ചേ. അയ്യോ. ഇപ്പൊ നാട്ടിലോട്ട് വരാനും പറ്റുകയില്ല, ബ്ലോക്ക് ഉണ്ടായിരുന്നു, 100% ബ്ലോക്ക് ആയിരുന്നു. അപ്പം വേറെ എന്തൊക്കെയാന്ന് അറിയത്തില്ല, ഒരു മെസ്സേജ് കണ്ട്. അപ്പൊ ഞാനത് കണ്ട ഉടനെ രാകേഷിനോട് സാറിന് ഫസ്റ്റത്തെ മീറ്റിംഗ് ഞാൻ ചോദിച്ചതാണ് ആരോഗ്യകരമായിട്ട് എന്താണ് വിഷയമുള്ളത് എന്ന്. ഫസ്റ്റ് 1-to-1 എടുത്ത സമയത്ത് രാകേഷിനോട് ഞാൻ 3 തവണ ഞാൻ ചോദിച്ചു, എനിക്ക് ഉറപ്പുണ്ട്. 3 തവണ ഞാൻ ചോദിച്ചിരുന്നു രാകേഷിന് ആരോഗ്യകരമായ വിഷയം എന്താ ഉള്ളത്. രാകേഷ് എനിക്ക് ഒരു ഫിറ്റ് എന്ന് പറഞ്ഞു. വീണ്ടും സംസാരം കഴിച്ചപ്പോ, അല്ല ലീലമ്മയല്ലേ രാകേഷിനെ പരിചയപ്പെടുത്തിയത്? അതെ. അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു ലീലമ്മ ഷാജിയാണ് എന്നെ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്നിട്ട് വീണ്ടും സംസാരിച്ച സമയത്ത് വീണ്ടും ചോദിച്ചു ആരോഗ്യകരമായ വിഷയം എന്താ ഉള്ളത് എന്ന്. പിന്നെ എന്നോട് പറഞ്ഞത് മറ്റ് മാനസികമായ വിഷയങ്ങൾ മാത്രമാണ്. ലാസ്റ്റ് വീണ്ടും ഞങ്ങൾ പറഞ്ഞ് ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് എന്ത് ചെയ്യുമ്പോഴും വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരോഗ്യകരമായ വിഷയത്തിന് കുറച്ച് എക്സസൈസുകൾ ചെയ്യണം എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ആ കോൺവെർസേഷൻ എൻഡ് ചെയ്തത്. പക്ഷെ പുള്ളി ഒന്നും ഉണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അതെ സാർ, ഇപ്പോഴാണ് ഞാൻ മെസ്സേജ് കണ്ട. കുറച്ചു ദിവസമായിട്ട് എനിക്ക് മെസ്സേജ് ഒന്നും ഇല്ലായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല, പുള്ളി വിഷയമൊന്നുമില്ല. ഇത് നാളെ 2 ദിവസം കൊണ്ട് ക്ലിയർ ആയിക്കോളും. ചെറിയൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും ചിലപ്പോ, അത്രേ ഉള്ളൂ. വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. സർജറി കഴിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞോ? ഇന്നലെ ആയിരിക്കും, ഇന്നലെ മിനിയാന്നായിട്ടുണ്ടാവും. ഇനിയിപ്പോ 15 ദിവസം കഴിയാതെ നാട്ടിലേക്ക് വരാൻ മേലെന്നും പറഞ്ഞിരിക്കും സാറേ. പ്രയർ ചെയ്യണം എല്ലാരും. കുഴപ്പമൊന്നുമില്ല, വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല, ശരിയായിക്കോളൂ. പക്ഷെ അതൊരു കാര്യത്തിന്, ഇപ്പൊ ഇവിടെ റെക്കോർഡിംഗ് ആണ്, എന്നാൽ പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു കാര്യത്തിന് അവന്റെ ലൈഫിൽ വലിയൊരു മാറ്റം വരാൻ പോവാ. അവന്റെ ലൈഫിൽ വലിയൊരു മാറ്റം. പറഞ്ഞേക്ക്, മെസ്സേജ് അയച്ച് പറഞ്ഞേക്ക്. ഇതുവരെയുള്ളത് കഴിയും. ഇനി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അവൻ തയ്യാറായിരുന്നു. കഴിഞ്ഞ കാലങ്ങളെയൊക്കെ മാറ്റി, കഴിഞ്ഞ സംഭവിച്ച കർമ്മത്തിനെയൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് പുതിയതിലേക്ക് പോകാൻ ആൾ തയ്യാറായിരുന്നു.
പുതിയ ജോലി കിട്ടിയതിന് ശേഷം നമ്മളിൽ തുടങ്ങാം, ക്ലാസ്സുകൾ തുടങ്ങാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ തീരുമാനം തന്നെയാണ് ആളിനെ മുന്നോട്ട് കൊണ്ടുപോകാം. സന്തോഷം. സാറേ അടുത്ത ദിവസം ഒരാളെ കൂടെ ഞാൻ ക്ലാസ്സിലേക്ക് കയറ്റാൻ ഒരുക്കിയിട്ടുണ്ട്. ഓ താങ്ക് തീർച്ചയായും യു സാർ. മാറ്റേ അവരവർക്ക് മാറ്റം ഉണ്ടാവാൻ പറ്റേ. ഞാൻ അതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു പോകാം നമ്മളോട് എല്ലാവരോടും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്, ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. ക്ലാസ്സിന്റെ ഇടയിൽ ക്ലാസ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമല്ല. നോക്കൂ, നിങ്ങളിപ്പോ എല്ലാവരും കുറെ 250 ആൾക്കാർ ഇന്നലെ തൃശ്ശൂർ പ്രോഗ്രാമിൽ പങ്കെടുത്തു. നമുക്ക് പ്രശസ്തരായ 2-3 വ്യക്തിത്വങ്ങൾ നമ്മുടെ ബുക്ക് ഇനോഗ്രേഷൻ ഒക്കെ ആയിട്ട് വന്നു. അവർക്ക് വലിയ സന്തോഷം. ഇന്നിപ്പോ ഊർമിള ഉണ്ണിയൊക്കെ എന്നോട് അങ്ങോട്ട് വിളിക്കണം, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുമെന്ന് നിങ്ങളുടെ മുന്നാകെ പറഞ്ഞിട്ടാ പോയത്. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്, ഞാനും ക്ലാസ്സിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാ പോയത്. അതുപോലെ തന്നെ രാജീവ് അല്ലെങ്കിൽ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. ഞാൻ രാവിലെ വിളിച്ചിരുന്നു, എനിക്ക് ഈ ക്ലാസ് രാവിലെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അടുത്ത ക്ലാസ്സിൽ എന്നെ വിളിക്കണേ എന്നും പറഞ്ഞിട്ടാ പോയത്. അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നടത്തിയവരാണ്. നമ്മുടെ ക്ലാസ്സിന്റെ ഉദ്ദേശം ഇത്ര മാത്രമാണ്. നമുക്ക് ഫ്രീ എല്ലാ ദിവസവും ഫ്രീ നടക്കുന്ന ഫ്രീ സെഷനാണ്. അപ്പോ ഇത് ഫ്രീ കൊടുത്തിട്ട് എല്ലാവർക്കും മാക്സിമം ആൾക്കാരിൽ എത്തണം എന്നുള്ളത് കൊണ്ടാണ് യൂട്യൂബിൽ എല്ലാ ദിവസവും ഫ്രീ ക്ലാസ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്ത് സാമ്പത്തികം മാത്രം ഒരു വിഷയമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്രീ ക്ലാസ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ റീൽസോ മറ്റോ കൊടുത്തിട്ട് നിങ്ങളോട് ക്ലാസ്സിൽ കയറണമെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ മതി. ഇഷ്ടംപോലെ ആൾക്കാർ വരും, എനിക്കറിയാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അശരണരായ ആൾക്കാർക്ക്, ഒരു കൈത്താങ് വേണ്ടുന്ന ആൾക്കാർക്ക് എങ്ങനെ നൽകാൻ പറ്റും, നമ്മുടെ പരിമിതികൾക്ക് നിന്നുകൊണ്ട് എങ്ങനെ നൽകാൻ പറ്റും എന്നും, അതിൽ യാതൊരു തരത്തിലെ കലർപ്പുമില്ലാതെ ജാതി മത ഭേദ ലിംഗ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ജാതി മത ലിംഗഭേദമില്ലാതെ എല്ലാവരും സമഭാവനയിലൂടെ കണ്ടുകൊണ്ട് മാത്രമേ ഞാനിവിടെ സംസാരിക്കാറുള്ളൂ. എൻ്റെ മനസ്സിലും എൻ്റെ പ്രവൃത്തിയിലും അത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഹാപ്പിനെസ് മാസ്റ്റർ എല്ലാവർക്കും അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓരോ ആൾക്കും നമ്മൾ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളെയും കണക്ട് ചെയ്തു പോകും. അത് സാഹചര്യത്തിന്റെ ആവശ്യമാണ്. അതിൽ ചില വ്യക്തിത്വങ്ങൾ ഉണ്ടാവാം. ചില വ്യക്തിത്വങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞേക്കാം. ചില വ്യക്തിത്വങ്ങളെ നമ്മൾ ഒരാളെ നികഴ്ത്തി സംസാരിക്കുകയില്ല, എവിടെയും സംസാരിച്ചിട്ടുമില്ല, ഇനി ഒരിക്കൽ സംസാരിക്കുകയുമില്ല. ഒരു മതത്തെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പരാമർശിക്കുകയോ ഒരു മതത്തെ നമ്മൾ നിന്ദിക്കുകയോ ചെയ്യില്ല. കാരണം മതമെല്ലാം മനുഷ്യ നന്മയ്ക്ക് മാത്രം ഉണ്ടായതാണ്. ആർക്കെങ്കിലും അതിൽ തെറ്റായ അഭിപ്രായം ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് മാത്രം. പക്ഷെ മതങ്ങളെ വ്യാഖ്യാനിച്ചവർ തെറ്റിദ്ധരുന്ന അത് അവരവരുടെ കാര്യം മാത്രമാണ്. അതുകൊണ്ട് ദിനേശ് മുങ്ങത്തിനോ ഹാപ്പിനെസ് മാസ്റ്ററിക്കോ ഒരു മതചിന്തകളോ ഒരു മതവിശ്വാസത്തിനോ എതിരോ അനുകൂലമോ അല്ല. എല്ലാം അത് അനുസരിച്ച് പോകണം. പലപ്പോഴും ഇവിടെ നിന്നിട്ട് എല്ലാ നേട്ടങ്ങളും നേടിയിട്ട് പിന്നെ പ്രാക്ടീസ് നിർത്തിക്കഴിഞ്ഞാൽ നേട്ടങ്ങൾ നിലച്ചു പോയാൽ അത് ഇവിടുത്തെ കുറ്റമായിട്ട് ആരും കാണരുത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്ക് കൃത്യമായി കേൾക്കണം. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. അവനവന്റെ ജീവിതത്തെ നിർമ്മിക്കാനും അല്ലെങ്കിൽ അതിനെ ഡിസൈൻ ചെയ്യാനും അതിനെ നിലനിർത്തിയെടുക്കാനും അവന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ ദിനേശ് മുങ്ങത്തോ ഹാപ്പിനെസ് മാസ്റ്ററിക്കോ അതിൽ ഉത്തരവാദിത്തമില്ല. നിങ്ങൾക്കുമില്ല, നിങ്ങളുടെ മക്കൾക്കുമില്ല, മരുമക്കൾക്കുമില്ല, ആർക്കുമില്ല. അവനവനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയും, നമ്മൾക്ക് ഇവിടെ ചില വഴികൾ കാണിച്ചു തരാൻ പറ്റും. ഈ വഴി എന്നോളൂ, ഇവിടെ കുന്നും കുഴിയുമുണ്ട്, ഈ വഴി പോയാൽ സമതലമാണ്, ഈ വഴി പോയാൽ ഇതാണ്. എന്തുകൊണ്ട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് അതീതീയമായ ശക്തിയൊന്നുമല്ല. കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം, അറിഞ്ഞ് മനസ്സിലാക്കിയത് മാത്രം പറയുന്നു. വേണമെങ്കിൽ നടക്കാം, വേണ്ടാത്തവർക്ക് മറ്റു വഴികൾ തിരഞ്ഞെടുക്കാം. ആരും ചോദ്യം ചെയ്യില്ല. ഇവിടെ ഒരു കണ്ടീഷനും ഇല്ല. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഫ്രീ ഇവിടെ ഒരുപാട് കോഴ്സുകൾ, ഫീസ് ഉള്ള കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് വേണോ വന്ന് ജോയിൻ ചെയ്യൂ, പ്രാക്ടീസ് ചെയ്യൂ, എന്നിട്ട് റിസൾട്ട് എടുക്കൂ. എന്നിട്ട് അടുത്ത പ്രാക്ടീസ് കോഴ്സിന് വേണമെങ്കിൽ അവിടെയും റിസൾട്ട് എടുക്കൂ, മുന്നോട്ട് പോകും. വേണ്ടേ, നിങ്ങൾക്ക് യൂട്യൂബിൽ തരുന്നുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യൂ. പക്ഷെ നിങ്ങൾ റിസൾട്ട് എടുക്കൂ, എന്നിട്ട് മുന്നോട്ട് പോകുമെന്ന് എപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് പോയി ഇപ്പൊ നാളെ മറ്റന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോയിട്ട് പിന്നാമ്പുറത്ത് വെച്ചിട്ട് ഇവിടെ മതമുണ്ട്, ഇവിടെ ജാതിയുണ്ട്, ഇവിടെ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള
ചീഞ്ഞഴിഞ്ഞ ചിന്താഗതികൾ മാത്രമാണെന്ന് എല്ലാവരും ഇപ്പൊ മുമ്പിലിരിക്കുന്നവരും നാളെ യൂട്യൂബ് കേൾക്കുന്നവരും പറയും. നിങ്ങളുടെ മനസ്സിൽ ചീഞ്ഞഴിഞ്ഞ ചിന്തയാണെങ്കിൽ അത് നിങ്ങൾക്ക് കേൾക്കാം, നമുക്ക് ആർക്കും യാതൊരു തർക്കമില്ല. ഇതിനു മുമ്പും ഇതുപോലെ പറഞ്ഞത് ഇവിടുത്തെ ഒരു വഴിയമ്പലം മാത്രമാണ്. നിങ്ങൾ ഇവിടെ സ്ഥായിയായി നിൽക്കണമെന്നും ഞാൻ ആരോടും ഒരിക്കലും പറയില്ല. നിങ്ങൾ വരും, ഇവിടെ ഒന്ന് വിശ്രമിക്കൂ, നിങ്ങൾ മനസ്സിലൊന്ന് പാകപ്പെടുത്തൂ, മനസ്സിലൊന്ന് പരിവർത്തനത്തിന് വേണ്ടി തയ്യാറാകൂ, നല്ലത് ചെയ്യൂ, അടുത്ത സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. കാരണം എപ്പോഴും നമ്മൾ ഉയർന്നു കൊണ്ടുപോയിരിക്കുകയാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് വന്നിട്ട് അടുത്ത ഉയരത്തിലേക്ക് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകുമ്പോൾ താൽക്കാലികമായി ഒന്ന് വിശ്രമിക്കാനുള്ള സ്ഥലം മാത്രമായി കരുതുക. അത് പോവാതെ അവിടെ വന്ന് വിശ്രമിച്ചിട്ട് തിരികെ താഴോട്ടന്നെ ഉരുളാനാണെങ്കിൽ ഉരുളുക തന്നെയാണ്. അതിൽ യാതൊരു സങ്കോചമോ ഒരു വിഷയമോ ഞങ്ങൾക്കില്ല എന്നറിയുക. നമ്മൾ മുന്നോട്ട് തന്നെയാണ് യാത്ര. നിങ്ങൾ കൂടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൂടെ കൊണ്ടുപോകും. താഴോട്ട് ഉരുളുന്നവർ താഴോട്ട്, ഞാൻ പറയാൻ നിന്ന് ഊട്ടിയിലായതുകൊണ്ട് വലിയ കുന്നാണല്ലോ ഇവിടെ, അതുകൊണ്ട് താഴോട്ട് ഉരുണ്ടോണ്ടേയിരിക്കുക. ആ ഉരുളുന്നിടയിൽ മുകളിലോട്ട് കയറി വരുന്നവരോട് പറയരുത് നിങ്ങൾ കയറണ്ട, കാരണം ഞാൻ ഉരുളുന്ന താഴോട്ട് കൂടെ ഉരുണ്ടോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. രക്ഷപ്പെടേണ്ടവർ ഇവിടെ നിന്ന് രക്ഷപ്പെടും, രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. 100-ൽ 100% റിസൾട്ട് നൽകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിലാർക്കും എന്തു തോന്നിയിട്ട് യാതൊരു കാര്യമില്ല. ഇനി എവിടെ വരെ പോകുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പോവുക തന്നെ ചെയ്യും. ആർക്കും നിൽക്കണോ, ഏത് ജാതിയോ മതമോ രാഷ്ട്രീയം എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്കൊരു കാര്യം ഇതായിട്ട് പറയാനില്ല. കാരണം ഇതൊന്നും എൻ്റെ വിഷയങ്ങളേ അല്ല എന്നുള്ളതാണ്. എനിക്കെല്ലാവരും ഒരുപോലെ തന്നെയാണ്. അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ജൈനനായാലോ ബുദ്ധനായാലോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ സാധാരണ ഇന്ത്യയിൽ പറയാറില്ല, ഉണ്ടെങ്കിൽ സിഖ് ആയിക്കഴിഞ്ഞാൽ മറ്റേ XYZ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണാടി പോയി നോക്കുക, എന്നിട്ട് പറയുക ഞാൻ ആരാണെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്നതാണെന്ന്. അപ്പോൾ അതിൽ തന്നെ നിന്നോളുക. ഇങ്ങോട്ട് വന്ന് ചായ നിൽക്കേണ്ട. വരുന്നോ, നിങ്ങൾ വീണ്ടും വരുന്നു, വന്നോളൂ. എനിക്ക് സന്തോഷമുള്ളൂ, എനിക്കതൊന്നും വിഷയമില്ലാത്ത കാര്യം. കാരണം ഇതൊന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രമാണ്. ഓക്കെ, താങ്ക് യു. എന്നാൽ ബാക്കി ആർക്കും സംസാരിക്കില്ല, ഇന്നത്തെ ക്ലാസ്സിൽ കിടക്കാം. ആർക്കും പറയണ്ടേ? സംസാരിക്കണ്ട് സാർ. ആദ്യം പുഷ്പ സംസാരിച്ചു. സാറിനെ കുന്നംകുളത്തുനിന്നാണ് ഞാന്. ഹലോ, ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു സാർ. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. അന്ന് ശിവരാത്രി മെഡിറ്റേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത് കഴിഞ്ഞപ്പോ അന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ മോളുടെ ഒരു ജോലിയുടെ കാര്യമായിരുന്നു. അപ്പോ ഞാനത് പ്രസീദോട് പറഞ്ഞപ്പോ പ്രസീദ് പറഞ്ഞിട്ട് പറയണ്ട, നമുക്ക് തൃശ്ശൂർ പ്രോഗ്രാമിൽ വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഇന്നലത്തെ ആ തിരക്കും എല്ലാം കണ്ടിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ആക്സിഡന്റ് പറ്റി കൂടുതൽ നേരം നിൽക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സൈൻ ചെയ്യാൻ വന്നപ്പോ. എന്നിട്ട് അന്ന് ഞാൻ മോളുടെ ആ കാര്യമാണ് അന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് നോക്കുമ്പോ എല്ലാം ദൂരത്തേക്കായിരുന്നു. മോൾക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു 8 മാസമായി ഒരു ഉണ്ണിയാണ് ഉള്ളത് താഴെ. അപ്പൊ ഉണ്ണിയുള്ള കാരണം ദൂരത്തേക്ക് പോയിട്ട് ജോലി ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ശിവരാത്രി മെഡിറ്റേഷന്റെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മോൾക്ക് നമ്മുടെ അടുത്ത് തന്നെ കിട്ടണേന്നാണ്. മുന്നേ എപ്പോഴോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ദൂരെ കാരണം വേണ്ടാന്ന് വെച്ചിട്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന്റെ 3-ാം ദിവസം മോളുടെ മാഡം വിളിച്ചിട്ട് പറഞ്ഞു കുന്നംകുളത്ത് ഇങ്ങനെ ഒഴിവുണ്ട്, ശ്രീലക്ഷ്മിക്ക് താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അവളിപ്പോ ഒരു മാസം ആവാറായിട്ടാ പോയി തുടങ്ങിയിട്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. ഞാൻ എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ആണ് മെഡിറ്റേഷൻ ശിവരാത്രി ചെയ്തത്. എനിക്ക് അന്ന് തന്നെ അതിന്റെ 3-ാം ദിവസം തന്നെ റിസൾട്ട് കിട്ടി. എന്താ പറയാ, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ചെറിയ ഉണ്ണിയാണ്, പിന്നെ നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചതാണ്, വേണ്ടാന്ന് വെച്ചതാണ്. അത് വീണ്ടും വിളിക്കുക. വേറൊരു അത്ഭുതം, വേറെ ഒരു ജോലി കിട്ടിയിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞ ഓഫർ ലെറ്റർ വരികയായിരുന്നു. അതിന്റെ മുന്നെയാണ് ഇത് ഉണ്ടായത്. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ 3 കിലോമീറ്റർ ഉള്ളൂ വീട്ടിൽ നിന്ന്. പിന്നെ എന്റെ ഷോപ്പിന്റെ അടുത്താണ്. അപ്പൊ ഉണ്ണീനെ എന്റെ ഷോപ്പിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് അവള് ജോലിക്ക് പോവുക. അപ്പോ അടുത്ത് വന്ന് പാല് കൊടുക്കാനും എല്ലാം സൗകര്യമായി. അപ്പൊ ഒരുപാട് നന്ദി. സാറിനോട് നന്ദിയുണ്ട്, യൂണിവേഴ്സിനോട് നന്ദിയുണ്ട്. നന്ദി. വെരി ഗുഡ്. നല്ലൊരു ന്യൂസ് ആണ് നിങ്ങൾ പറഞ്ഞത്. സന്തോഷം. അന്ന് ഇതുപോലൊക്കെ നമ്മളിവിടെ തൃശ്ശൂർ പ്രോഗ്രാമിൽ ഇതുപോലെ സംസാരിക്കണം എന്നൊക്കെ കരുതുകയാണ്. പക്ഷെ
നമ്മുടെ സമയം അതിനകത്ത് ആയില്ല എന്നുള്ളതാണ് ഇവിടെ. ഇല്ല. പിന്നെ നമുക്ക് ആ ബുക്കിന്റെ പ്രകാശനമൊക്കെ കൂടിയപ്പോ എല്ലാം ബിസി ആയില്ലേ, ഹരിബറി ആയി. അപ്പൊ പിന്നെ നമ്മള് എനിക്കും വീട്ടിലേക്ക് വരണമായിരുന്നു. ഇന്നലെ വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി 15 ദിവസം കൂടി റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. കാല് ആക്സിഡന്റ് ആയിട്ട് അത്രയും വയ്യാതെ നിങ്ങൾ ആയിട്ടാണ് അതിന്റെ ഇടയിൽ അത് പറഞ്ഞു എന്നോട്, ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത്രയും തിരക്കില് അത്രയും വയ്യാതെയാണ് ഞാൻ വന്നത്. എനിക്ക് വീട്ടിൽ എത്തിയാ മതി വെച്ചിട്ട് വന്ന് കഴുകി ഞങ്ങൾക്ക് എടുക്കുകയും ചെയ്തു. അത്രയും വയ്യായിരുന്നു. പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല അന്ന്. ഇന്നലെ തൊട്ടിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയത്. പിന്നെ സാറിന്റെ ഫസ്റ്റ് യൂട്യൂബ് കണ്ടു തുടങ്ങിയ അന്നിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ആക്സിഡന്റ് ആവണേന്റെ ഒരു 2 ആഴ്ച മുന്നേ തൊട്ട് എല്ലാം ബ്ലോക്ക് ആയിട്ടാ. പിന്നെ ഇപ്പൊ വീണ്ടും ഡിസ്ട്രാക്ഷൻ ആയതാണ് നിങ്ങൾ. ഇപ്പൊ വീണ്ടും എനിക്ക് കുഴപ്പമില്ലാതെ ആയി തുടങ്ങി. എനിക്ക് കുന്നംകുളത്ത് ഷോപ്പാണ്, ബ്യൂട്ടി പാർലറും ബൊട്ടിക്കും കൂടിയുള്ള ഷോപ്പാണ്. അവിടെയും വർക്കൊക്കെ ഭയങ്കര ഡള്ളായി. ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഞാന് ഭഗവാനോടും ഒക്കെ നന്ദി പറയണു. സാറിനോട് സാറിന്റെ യൂട്യൂബ് വീഡിയോ കാണാൻ പറ്റിയതിലും ഇതുവരെ എത്തിച്ചതിലും നന്ദി സാർ. താങ്ക് യു. നമുക്ക് കാണാം. ഇനി അടുത്ത് ഇനിയും ദിവസങ്ങൾ സംസാരിക്കാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. ഇനിയില്ലല്ലോ, ആരുണ്ടപ്പോ സംസാരിച്ചോ? ഒരാൾക്ക് കൂടി സംസാരിക്കാം. ഞാൻ പറഞ്ഞോട്ടെ. പ്രീതിയാണോ മെസ്സേജ് അയച്ച? എനിക്ക് പ്രീതി പോളാണത് വിളിക്കാൻ. നീ ഇവിടെ നിന്ന് വണ്ടി ഓടിക്കുന്നുണ്ടാ വിളിക്കാതിരുന്നത് കേട്ടോ, ഓർമ്മയുണ്ട്. അല്ല, ഇന്ന് ഞാൻ വിളിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു, നിങ്ങൾക്ക് റേഞ്ച് കിട്ടിയില്ല. ഞാൻ അവിടെ കുറച്ച് റേഞ്ച് കിട്ടിയ സമയത്ത്, കുറച്ച് ഫ്രീ ആയ സമയത്ത് ഒന്ന് വിളിച്ചിരുന്നു. അപ്പോൾ പ്രസീത വിളിച്ചിരുന്നു, അപ്പോൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. ഓക്കെ, നോക്കാം. ഇന്ന് ഫ്രീ, ഒന്ന് തിരക്ക് കഴിയട്ടെ കേട്ടോ, ഞാൻ വിളിച്ചോ. അല്ല, അത് എന്താണെന്നറിയോ, ഈ ഇവിടെ കുട്ടിയിലായത് ഈ കുന്ന് കുഴിയുടെ ഇടയ്ക്ക് റേഞ്ച് ഇല്ല എവിടെയും, പല സ്ഥലത്തും. ഇനി ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ലല്ലോ ഞാൻ, അതുകൊണ്ടാ. എനിക്ക് മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട് സാറിന്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഒരു കാര്യം ചെയ്യൂ. ആ വോയിസിന്റെ ബാക്കി ലാസ്റ്റ് പോർഷൻ കട്ടായി പോയിട്ടുണ്ട്. അതിന്റെ ബാക്കി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ബാക്കി കൂടി ഒന്ന് വായിച്ചു. അപ്പൊ അത് എനിക്ക് വണ്ടിയിൽ ഡൗൺലോഡ് ചെയ്ത വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കേൾക്കാമല്ലോ. ബാക്കി കൂടി വോയിസ് അയച്ചു. എന്നിട്ട് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, കാര്യം കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. വോയിസ് അയച്ചോ, അതേ നമ്പറിലേക്ക് അയച്ചോ. അത് എനിക്ക് അയച്ചു തരുന്നുള്ളൂ അഡ്മിൻ കേട്ടോ. അതേ നമ്പറിലേക്ക് അയച്ചോ. ശരി, ഓക്കെ. ലാലിമാം റേഞ്ച് ഇല്ലല്ലോ ഇന്നും. ഞാൻ ഒരു കാര്യം പറയട്ടെ, റേഞ്ച് ഇല്ലേ? ഇപ്പൊ ഉണ്ട്, പറഞ്ഞു. ജയശ്രീ പറഞ്ഞോ. ലാലിമാമിന്റെ റേഞ്ച് ഇല്ല. സാറേ, എനിക്ക് പറയാനുള്ളത്, ഞാൻ അവിടെ വരാൻ കാരണം ഷൈജ, UK-ലുള്ള ഷൈജല്ലേ, അത് എനിക്ക് പൈസ കുറച്ച് അയച്ചു തന്ന കാരണം ഇപ്പൊ അവള് വിളിച്ചിട്ട് എടുക്കണില്ല. അവളുടെ മനസ്സിന്റെ വിഷമം കൊണ്ടാന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമം പോലെ. ഷൈജ, അവൾക്ക് എന്തോ കേസിലൊന്ന് വിധി, അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ അഫർമേഷൻ വെച്ചത് എനിക്ക് അവളാണ് എനിക്ക് അയച്ചു തന്നത്, സാറിന്റെ അടുത്തേക്ക് വരാനായിട്ടുള്ളത്. അവളാണ് എനിക്ക് അയച്ചു തന്നത്. പക്ഷെ അവള് ഇപ്പൊ എന്താണാവോ, അവൾക്ക് ആ ഒരു വിഷമം. 16-ാം തീയതി വരേണ്ടതാണ് അവക്കുള്ളത്. 16-ാം തീയതി, മാർച്ച് 16, മെയ് അല്ലേ, ഏപ്രിൽ. അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയതാ. അത് വരും. അവൾ ചോദിച്ചാൽ പറഞ്ഞു, അത് വരും. അവർക്ക് അനുകൂലമായിട്ട് തന്നെ വരും. അത് ചെറിയൊരു വക്കീലന്മാരെ കളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അതൊരു വിഷമം എന്ന് വെച്ചാല്, ഭഗവാൻ തന്നെ എനിക്ക് സാറിനെ എനിക്ക് ഭഗവാനായിട്ട് കൊടുന്നത് എന്റെ കണ്ണ്. അപ്പൊ ആ വ്യക്തിനെ എനിക്ക് സാറിനെ എത്തിച്ചതും സാറിലേക്ക് എത്തിക്കാനും കാരണം ഭഗവാൻ തന്നെ, കൃഷ്ണൻ തന്നെയാണ്. ഭഗവാന്റെ നടയിൽ നിന്നിട്ടാണ് എനിക്ക് ആ വ്യക്തിനെ എനിക്ക് സാറിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. എന്നിട്ട് അതിന് നെഗറ്റീവ് വന്നപ്പോ എനിക്കൊരു വിഷമം പോലെ. അപ്പൊ അത് നെഗറ്റീവ് അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാം നമ്മളെ മുമ്പിൽ
കൊണ്ടുതരാം. ഇതെന്താ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് അല്ല, എന്താ പറയാ, അല്ല 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 അങ്ങനൊന്നും അല്ലല്ലോ. ഇല്ല 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 അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. നമ്മൾ വിചാരിച്ചത് ഞാൻ കണ്ണടച്ച് പോരട്ടെ 10,000 കോടി രൂപ ഇരിക്കുന്നു പറഞ്ഞാൽ നടക്കുമോ? ഇല്ല 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 ഞാനപ്പോ ഇതിനൊക്കെ നമ്മളെക്കാട്ടും കൂടുതൽ നമുക്ക് ആ വ്യക്തിനെയാണ് ഇപ്പൊ ഒരു ഇതുപോലെ എനിക്ക് സാറിന്റെ അടുത്തേക്ക് വരാൻ എത്താൻ കാരണം അവളാണ്. അപ്പൊ അതല്ല ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, അത് മനസ്സിലായി. ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഒരു മിനിറ്റ്, അല്ല ജസ്റ്റ് മ്യൂട്ട് ചെയ്തോ. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലോ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലോ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മളിലേക്ക് നേടുക എന്ന് പറയുന്നതിനകത്തും ആഗ്രഹിച്ചതെല്ലാം അപ്പാടെ വരിക എന്നതല്ല. ഞാൻ പലപ്പോഴും പറയുന്നത്, നിങ്ങൾ അതിന് അർഹനാണോ എന്ന് പ്രകൃതി ആദ്യം നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിംഗ് പോയിന്റ് കവർ ചെയ്യാതെ പറ്റില്ല, ഒരിക്കലും സാധ്യമേ ആവില്ല. ആ ടെസ്റ്റിംഗ് പോയിന്റ് കവർ ചെയ്ത പ്രപഞ്ചം, അല്ലെങ്കിൽ പിന്നെ എന്നാ പിന്നെ പണ്ടാരെ പറഞ്ഞില്ലേ, മാനിഫെസ്റ്റേഷൻ ഇത്രയൊക്കെ പവർ ഉണ്ടെങ്കിൽ എന്നാ പിന്നെ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം ഉണ്ടെങ്കിൽ 1000 മാനിഫെസ്റ്റേഷന് പോയിട്ട് പാകിസ്ഥാൻ ബോർഡറിൽ നിർത്തിയിട്ട് ഇവിടുന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ പോരെ, അവർ യുദ്ധമൊക്കെ തകർന്നു പോട്ടെ. അങ്ങനെ നടക്കുമോ? അങ്ങനെ നടക്കില്ല. ഇതിനൊക്കെ ഒരു നിയമങ്ങളുണ്ട്, ഇത് മനസ്സിലാക്കി അങ്ങ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അത് നടക്കും. അവരെ പ്രാക്ടീസ്. നിങ്ങൾ എപ്പോഴും ആലോചിച്ചത്, നിങ്ങൾ ലോ ലെവൽ എനർജിയിൽ നിന്നിട്ട് ഹൈ വേണമെന്ന് ആലോചിച്ചാൽ ലഭിക്കില്ല, അത് വരാൻ വഴിയില്ല. അതിനനുസരിച്ച് എനർജി, തത്തുല്യമായ എനർജി ഉണ്ടാക്കിയെടുത്തേ പറ്റൂ, അല്ലാതെ വഴിയില്ല. അതാണ് അതിനകത്ത് പ്രധാനമായി സംഭവിക്കുന്നത്. ഇപ്പോ ജയശ്രീ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം UK ഷൈല അല്ലെ, ഷൈല പേര് മറന്നുപോയി. UK എല്ലാവരും വിഷയം ഞാൻ ആദ്യം അവരോട് 2 പ്രാവശ്യം 1 to 1 എടുത്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, സങ്കടം, പരാതി, പരിഭവം ഇത്തരം കാര്യങ്ങളാകുന്ന ലോ എനർജിയെ നിങ്ങൾ എന്ന് ക്ലോസ് ചെയ്യുന്നു അന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ എന്നോട് ലാസ്റ്റ് പ്രോമിസ് ചെയ്തതാണ്, അതുകൊണ്ടായിരിക്കും എന്നെ തിരിച്ച് എനിക്ക് മെസ്സേജ് അയക്കാത്തത്. പ്രോമിസ് ചെയ്തതാണ്, ഞാൻ ഇനി പരാതി പറയൽ ലഭിച്ചു ഇല്ലെങ്കിൽ 1-2 ദിവസമാണ് എക്സ്റ്റെൻഡ് ചെയ്യണം, എക്സ്റ്റെൻഡ് ആവട്ടെ, ഞാൻ ഓക്കെ ആക്കും എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു വിഷയം. ഒന്ന് ക്ലിയർ ആയി വരും, അത് വരും, വരാതിരിക്കില്ല. ഓക്കെ, ശരി. ഡാലി മാം നെറ്റ് ഉണ്ട് അപ്പൊ അവിടെ? ഹലോ സാർ. സംസാരിച്ചോ. കണ്ണൻ സംസാരിച്ചോ. ഞാൻ കണ്ണനാണേ. ആ സാർ, ഞാൻ ആ ബുക്കിന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലായിരുന്നോ? അത് ഇപ്പൊ സാറ് വന്നിട്ടല്ലേ കിട്ടത്തുള്ളൂ, ഇപ്പൊ ആരും ഉണ്ടാവില്ലല്ലോ അവിടെ? ഇല്ല, ഇനി ഞാൻ വന്നിട്ടേ കിട്ടുള്ളൂ. അതെ, അതുകൊണ്ട് ഞാൻ അവിടെ മെസ്സേജ് ചെയ്തിരുന്നു. നിങ്ങൾ പറഞ്ഞ ബുക്ക് ഞാൻ മോന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാ പോകുന്നത് അബുദാബിക്ക്? ഞാൻ പോകുന്നില്ല, കാരണം അവിടെ നിയർ ഞങ്ങളുടെ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അവര് സെൻട്രൽ വെയർഹൗസോട്ട് അയച്ചിട്ട് ഇവിടെ സാറ്റർഡേ വരത്തുള്ളൂ ഡെലിവറിയെ. അപ്പൊ ആ വണ്ടി കൊടുത്തു വിടും അവര്. അത് അപ്പൊ ആണെങ്കിൽ പിന്നെ എന്നാ പിന്നെ അവനോട് അവിടെ KFC കൊണ്ടു കൊടുക്കാൻ പറയണം. വേണ്ട അല്ലല്ല, SFC വേണ്ട, ഞാൻ അവിടുന്ന് ഡെലിവറി ബോയിനെ അയക്കാം. പറഞ്ഞാൽ മതി. ഇന്ത്യ പാലസിന്ന് ഡെൽമ മോളിൽ ഉണ്ടല്ലോ, അപ്പൊ ഡെൽമ മോളിൽ നിന്ന് ഞാൻ അവിടുന്ന് അവര് സെൻട്രൽ വെയർഹൗസോട്ട് അയക്കും, എന്നിട്ട് അവര് റാസൽ കൈമയിലോട്ട് അയക്കും. അപ്പൊ വാങ്ങിക്കാലോ അല്ലേ? ഞാൻ പറഞ്ഞു സാറ് വന്നിട്ട് കിട്ടുന്നു പറഞ്ഞേ. ഓക്കെ സാർ, താങ്ക് യു. നിങ്ങൾക്കുള്ള കോപ്പി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ മകളുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടില്ല, ആർക്കാണെന്നുള്ളത് അറിയാത്തോണ്ട്. ഓക്കെ, എന്നാ സാറ് വന്നിട്ട് തന്നാ മതി. അതിനു മുമ്പ് ഓക്കെ, ഞാൻ ഇന്നലെ ശാന്തമ്മയോട് പറഞ്ഞിരുന്നു കാര്യം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ശാന്തമ്മയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു മകളുടെ കാര്യത്തിൽ തന്നെ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. താങ്ക് യു. നമുക്ക് ചെറിയൊരു ക്ലാസ്സിലേക്ക് കടക്കാം. അല്ലെങ്കിൽ വേറെ ക്ലാസ് വേണമെങ്കിൽ തോന്നുന്നു സംസാരിച്ചാൽ മതിയോ? ക്ലാസ് വേണം. 157 people. ആദർശം, യെസ് ടെൽ മീ. ആകെ മോന് എന്തൊക്കെ PR കിട്ടി എന്ന് പറഞ്ഞ കാലത്ത് മെഡിറ്റേഷൻ കഴിഞ്ഞ വടെ അവൻ വിളിച്ചു പറഞ്ഞിരുന്നു, നന്ദി നന്ദി നന്ദി. അഫർമേഷൻ അങ്ങനെ എന്റെ ഫസ്റ്റ് അഫർമേഷൻ വർക്ക്ഔട്ട് ആയി. ഫസ്റ്റ് എഴുതുന്ന വേർഡ് അതായിരുന്നു. സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇത് കേട്ടു, നേരത്തെ നിങ്ങളുടെ വോയിസ് ഞാൻ കേട്ടു. മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണം അല്ലെ? അതൊന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ, അപ്പൊ മറ്റുള്ളവർക്ക് മനസ്സിലാവട്ടെ. അവൻ PR-ന് വേണ്ടി കുറെ നാള് കഷ്ടപ്പെട്ടിരുന്നു. 4 വർഷമായി. ആദർശം അല്ലല്ല, മകൻ എവിടെയാണ്, എത്ര കാലമായി? കാനഡയില് ആഗിഷ് മോൻ. അപ്പൊ അവന് PR 2-3 പ്രാവശ്യം റിജക്ട് ആയതാണ്. ഞാന് ക്ലാസ്സിൽ ജനുവരിയിൽ വന്നതാണ്. അതിനുശേഷം
ഫസ്റ്റ് മോന്റെ അഫർമേഷന് വേണ്ടിയാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. അവന് PR എത്രയും വേഗം കിട്ടണമെന്നാണ്. ആ ഫസ്റ്റ് അഫർമേഷൻ ഇപ്പൊ ആയി. ഇന്ന് കാലത്ത് മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ മോൻ വിളിച്ചു പറഞ്ഞു സന്തോഷമായി. തീർച്ചയായും നമ്മള് സംസാരിച്ചപ്പോഴും പറഞ്ഞത് എന്നാ പിന്നെ 3 മാസത്തിനകത്തെങ്കിലും നടക്കുമെന്നായിരുന്നു ഞാനും ലാസ്റ്റ് പറഞ്ഞല്ലേ. അതെ എന്നാലും പിറ്റേ ദിവസം ആയി എന്ന് പറയുമ്പോ അതെ, അന്നേ അതിന്റെ മൂവ്മെന്റ്സ് ഓക്കെ ആയിരുന്നു. ഇന്ന് കയ്യില് കിട്ടി. കാലത്തെ മോൻ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ വിളിച്ചു പറഞ്ഞായിരുന്നു കാലത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞു. വെരി ഗുഡ്. അച്ഛനും ഹാപ്പി ആയല്ലോ. അച്ഛനെവിടെ? അവിടെ ഉണ്ടോ? കടയിൽ കുറച്ച് ഈവനിങ് ബിസിനസ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഞാനിപ്പോ കയറി വന്നോളൂ. അച്ഛൻ ഹാപ്പി. ബിസിനസ് നന്നായിരിക്കണേ. ഇന്നലേക്ക് നല്ലായിരുന്നു. നിങ്ങളെ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് റീൽസോട് റീൽസ് ആയിരുന്നു ആൾക്കാർ. അതെ, അരി ആ സാധനം കഴിച്ചിട്ട് എനിക്ക് മതി. എവിടെ സാധനം ഇവിടെ? ഞാൻ ഇന്ന് രാവിലെ ചായ കുടിക്കുമ്പോ കഴിച്ച് അരി ഉണ്ട, ഉച്ചക്ക് ഇന്ന് വന്നിട്ട് ഇപ്പൊ രണ്ടാമത് ചായ കുടിക്കുമ്പോൾ കഴിച്ച് എന്തൊക്കെയാ അതിൽ മിക്സ് ഉള്ളത്. അപ്പൊ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്നത് അത് മാത്രമേ കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുക. അതില് കുറെ ഐറ്റം ഉണ്ട്. 10 ഐറ്റംസ് ഉണ്ട്. ബാക്കി അല്ല, ഒരു ബാഗ് നിറയുണ്ട്. 10 അല്ല, ഒരു ബാഗ് നിറയുണ്ട്. അത് പാർസൽ നാട്ടിലേക്ക് പോയി, ഓൾറെഡി വിട്ടു. തൃശ്ശൂർ തിരിച്ച് ഗൾഫിൽ പോകുമ്പോൾ കൊണ്ടുപോകും. അവിടെ ഇരുന്ന് എല്ലാ ദിവസവും തിന്നു. ഇപ്പൊ ഇത് സാധനം മറ്റേ ഡ്രൈനട്സിന്റെ സാധനങ്ങൾ എനിക്ക് ഡ്രൈനട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും കഴിക്കാണ്. താങ്ക് യു വെരി മച്ച്. ഹാപ്പി നൗ? ഹാപ്പി സർ. അച്ഛന് മോനിലുള്ള ടെൻഷൻ തീർന്നല്ലോ. രണ്ടാമത്തെ ആശിന്യം വർക്ക്ഔട്ട് ആയി തുടങ്ങിയല്ല. എല്ലാം നല്ലത് തന്നെ. ഞാൻ അഡ്രസ് ഒക്കെ പറഞ്ഞു തന്നു. ഓക്കെ, അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ. ശരി. ചാടി കയറി പോകണ്ട. അമ്മ ക്രോസ് ചെയ്യാൻ നിൽക്കണ്ട. ഇല്ല അഡ്രസ് പറഞ്ഞു തന്നു. നമുക്ക് അതിൽ കൂടുതൽ അമൂല്യൊന്ന് ഓപ്പൺ ആക്കിയാൽ മതി. അമൂല്യ എവിടെ? അമൂല്യ അവിടെയല്ലേ? എറണാകുളത്ത് കളമശ്ശേരി. അല്ല, മനസ്സിലായി. അമൂല്യ കാര്യങ്ങൾ ചെയ്യട്ടെ. അമൂല്യക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്ക്. ശരി, ഓക്കെ, താങ്ക് യു. നീ ആരില്ലല്ലോ? ശരി, ഡാനിമം ഒരു വോയിസ് ആയിട്ട് അയച്ചാൽ മതി കേട്ടോ. നോക്കി ഇപ്പൊ സംസാരിക്കാൻ പറ്റും നോക്കാം. ഹലോ സർ, കേൾക്കുന്നോ? കേൾക്കാം. ഇത് ഒരു കംപ്ലൈന്റ് അല്ല, പരാതി അല്ല. കാരണം മനുവിന് സെൽഫ് ലവ് വളരെ കുറവാണ്. ഏത് കോഴ്സിനാണ് ചേർക്കേണ്ടത്? മനുവിന് എന്ത് കുറവാണ്? സെൽഫ് ലവ്. സെൽഫ് ലവ്. അത് ഞാൻ രണ്ടാമത് വിളിച്ച് എവിടെയാ നിൽക്കുമ്പോ അവൻ പോയി കളഞ്ഞു. അതെ, ഏത് കോഴ്സിനാണ് ചേർക്കേണ്ടത്? മനുവിനെ ഏത് കോഴ്സ് ചേർത്താൽ അവൻ പ്രാക്ടീസ് ചെയ്യും. ഏത് കോഴ്സ് ചേർത്താലും പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ സാറിന് ഭയങ്കര സ്നേഹമാണ് സാറിനോട്. ഏത് കോഴ്സ് ചെയ്യാൻ പ്രാക്ടീസ് ആണ്? ഒറ്റ കോഴ്സ്, അത് ജേർണി ടു ഹാപ്പിനെസ് മാത്രമാണ് ഫസ്റ്റ് തുടങ്ങേണ്ടത്. ഇനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാ? അത് ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഓൺ. ഓക്കെ, ഞാൻ പ്രസീദയായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓഫർ ലെറ്റർ ഇന്ന് റിസീവ് ആയോ? ആക്കി എടുത്തു. താങ്ക് യു. സന്തോഷം. അവനോട് എംബിഷൻ ഒക്കെ പറഞ്ഞിരുന്നു. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിരുന്നു. അതല്ല സർ, ഒരു ടെക്സ്റ്റൈൽസ് ഉള്ള ഡ്രസ് ഉണ്ട്, പക്ഷെ ഇടുകയില്ല. എവിടെയോ കിടക്കുന്ന ഒരു ഡ്രസ് ഇട്ടിട്ട് പോവുക. അങ്ങനെ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരെണ്ണം ഇല്ല പുള്ളിക്ക്. അത് എങ്ങനെ കൊടുക്കണോ എന്ന് എനിക്ക് അറിയത്തേ ഇല്ല. ഓരോ മാതാപിതാക്കൾക്കും. അത് റെഡി ആയിക്കോളും. എന്റെ കൂടെ വിട്ടോളൂ, നിങ്ങൾ വിട്ടാ മതി. ഓക്കെ, താങ്ക് യു സർ. അവന് ഭയങ്കര അംബീഷ്യസ് ആയ ആളാണ്. സൈലന്റ് ആണെന്നേ ഉള്ളൂ. സൈലന്റ് ആണ് സംസാരിച്ചത്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്കിത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോവാം. ഇന്ന് ഫുൾ ക്ലാസ് വേണം, ഇങ്ങനെ സംസാരിച്ചാൽ മതി. വേറെ ക്ലാസ് വേണം, നാളെ മതിയോ ക്ലാസ്? എനിക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട്. ക്ലാസ് വേണ്ടെന്ന് തന്നെ ആരും മിണ്ടില്ല. ക്ലാസ് ഒന്ന് ഊട്ടിയില് നല്ല തണുപ്പുണ്ട്. പുറപ്പിന്റെ ഇടയിൽ കൂടി കിടന്നുറങ്ങിയാൽ നല്ല രസമായിരിക്കും. കുറേ കറങ്ങിയതാ.
വേറെ സംസാരിക്കുന്നവരെ കുറച്ചുകൂടി സംസാരിക്കാം. സംസാരിക്കാനുള്ളവർ കുറച്ചും കൂടി സംസാരിച്ചു. നമുക്ക് ചില കാര്യങ്ങൾ നാളെ കുറച്ച് കാര്യങ്ങൾ പറയാം, സംസാരിക്കാനുണ്ട്. രംഗനാഥൻ സാറുണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പൊ സമയത്ത് 9 മണി, 10:30 മണി, 9 മണി അല്ലേ? ഈ തിരക്ക് കഴിയട്ടെ കേട്ടോ. എനിക്ക് സംസാരിക്കാനുണ്ട് സാർ. സംസാരിച്ചോ. പരസ്യമാക്കാൻ സംസാരിക്കേണ്ടത് സംസാരിക്കാവൂ. സംസാരിച്ചോ. പറഞ്ഞോളൂ. ആ, ഓടിച്ചു. ശാന്തകുമാരി പറഞ്ഞോ. ഞാൻ അറിയാതെ വന്ന മോളെ കോള് വന്നു, അപ്പൊ ഫോൺ എടുക്കാൻ പോയതാ ഞാൻ. സാർ ഒരു കാര്യം പറയട്ടെ, സാറിന്റെ ഒപ്പം ഞങ്ങളൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ ഒന്നും കണ്ടില്ല സാറേ. എല്ലാം വരും. താങ്ക് യു സാർ. എല്ലാം ക്യാമറമാൻ എന്റെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് കൊറിയർ വഴി നാട്ടിലേക്ക് എത്തി. ഞാൻ ഇവിടെ ഊട്ടിയിൽ നിൽക്കുന്നുണ്ട്. ഇനി അവിടെ പോയിട്ട് അത് എടുത്തിട്ട് വേണം കോപ്പി ചെയ്യാനായിട്ട്. അതാണ് ഒന്നും വരാത്ത. അത് എവിടെയൊക്കെ കുറച്ച് കിട്ടിയത് മാത്രമാണ് ഇന്ന് പോവുക ചെയ്തത്. എല്ലാവരും ഫോട്ടോ ഉണ്ട്, എല്ലാ ഫുൾ വീഡിയോ ഉണ്ട്, എല്ലാം ഉണ്ട്. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. എന്തായാലും ഞാൻ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയല്ലോ. ഞാൻ അവിടെ നിൽക്കുന്ന ഫോട്ടോ കിട്ടിയല്ലോ എല്ലാവർക്കും. കുറേ സന്തോഷമായി. മാമിന്റെ സാറിന്റെ മിസ് സഹധർമ്മിണി ഇഷ്ടമായി കേട്ടോ. ഇതിനകത്ത് ഞാൻ കുറെ നേരം സംസാരിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ സ്മിതയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മിത അവിടെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്തത് ചിലപ്പോ ബാംഗ്ലൂരിൽ വരും. എപ്പോഴാന്ന് സ്മിതയെ പ്രത്യേകിച്ച് നോട്ട് ചെയ്തു. ഇന്നലെയും പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇനി സ്മിതയെ കാണാൻ ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരുമല്ലോ എന്ന്. സ്മിത 3 പ്രോഗ്രാമിൽ ഇങ്ങോട്ട് വന്നില്ല. സ്മിതയെ കാണാൻ ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരുമല്ലോ എന്ന്. സ്മിതയ്ക്ക് സാഹചര്യം അറിയില്ല സാർ. വരാണ്ട് അവൾക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്താ ചെയ്യാ. അപ്പൊ അവള് കാത്തിരിക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞ് സന്തോഷമായി അവൾക്ക്. അപ്പൊ അമ്മ ഞാൻ വരില്ലേ എന്ന് ചോദിച്ചു മാം എന്നോട്. തീർച്ചയായിട്ടും വരും മാം. എനിക്ക് ഇതുപോലെ ആരോഗ്യവതിയായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എത്തും. അടുത്ത പ്രോഗ്രാം ബാംഗ്ലൂർ വെക്കുന്നുണ്ട്, സംസാരിക്കാം. നമുക്ക് എത്ര പേര് ബാംഗ്ലൂരിൽ വരുന്നത്, ബാംഗ്ലൂരിൽ ഉണ്ട് നോക്കട്ടെ. ഈ വീഡിയോ കാണുന്നവരൊക്കെ അടുത്ത പ്രോഗ്രാം ബാംഗ്ലൂർ വെക്കുകയാണ്. എത്ര പേര് ബാംഗ്ലൂർ ഉണ്ട് നോക്കട്ടെ. ഞാനൊരു സ്മിതക്ക് ഒരു ഇത് കൂടി കൊടുക്കാം. സ്മിത അവിടെ നിന്ന് നോക്കി എത്ര പേര് സ്മിതക്ക് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ബാംഗ്ലൂരിലേക്ക് വരാം. 2 days program at Bangalore. സന്ധ്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞു സാറ്, പിന്നെ നമ്മൾ ആ പ്രോഗ്രാമിന്റെ കാര്യം സാറിനോട് അപ്പോൾ പറഞ്ഞു ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, കഴിക്കണ്ടേ, ഞാൻ സാറിന്റെ യൂട്യൂബ് കണ്ടോളാം എന്ന് പറഞ്ഞു. പിന്നെ സാറ് എനിക്കൊരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോള്. സന്ധ്യ മറ്റേ അവർക്ക് കല്ല് സ്മിതക്ക് കല്ല് വാങ്ങിച്ചിരുന്നോ? ഓ സ്മിതക്ക് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. എനിക്കത് പെട്ടെന്ന് എന്റെ സജുവിനും വാങ്ങിക്കായിരുന്നു എനിക്ക്. അല്ല സാർ പാടുണ്ടോന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇനി തീർന്നു, സാധനമില്ല. സ്മിതക്കുള്ള വാങ്ങി കൊടുത്തയക്കണം. സ്മിത ഞങ്ങക്ക് കല്ല് കിട്ടിയെന്ന് പറഞ്ഞപ്പോ അവൾക്ക് എനിക്ക് കിട്ടി വാങ്ങാൻ എനിക്ക് അറിയില്ല മോളെ. അത് അങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. ഞങ്ങൾക്കുള്ളത് മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ എന്ന് പറഞ്ഞു. കൊടുക്കാം സ്മിതക്ക് ചോദിച്ചു. ഇപ്പൊ സാധനമില്ല, സാധനം വരട്ടെ. ബാംഗ്ലൂരിൽ നിന്ന് പുട്ടവർത്തിക്ക് 3 മണിക്കൂർ തീർച്ചയായിട്ടും പോകും. വൈറ്റ് ഫീൽഡ് അല്ലെ? വൈറ്റ് ഫീൽഡിൽ ഉണ്ട്. പുട്ടവർത്തി പോകുന്ന വൈറ്റ് ഫീൽഡിലും നമുക്ക് നോക്കാം. നമുക്ക് പോകേണ്ടതാണ്. കല്ല് കിട്ടിയില്ലേ? ഹലോ സർ. സംസാരിച്ചോ. സാർ ഞാൻ സാറിന് വോയിസ് ക്ലിപ്പ് ഇട്ടിരുന്നു എന്റെ മോന്റെ ഒരു കാര്യം. ഞാനിവിടെ മിനിമോൻ ഞാൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ വീട്ടിൽ വന്നിട്ട് സാറിന്റെ ക്ലാസ് എല്ലാം മോനോട് ഒത്തിരി പറഞ്ഞു കൊടുത്തു.
പറഞ്ഞതിന് ശേഷം അവന് ആദ്യമൊന്നും സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ അവന് ഞാൻ പറയുമ്പോൾ അവന് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ തൃശ്ശൂർ പോയി വന്നതിന് ശേഷം ഞാൻ ഒത്തിരി കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പൊ അവൻ ഇപ്പൊ ഒരു ചെറിയ രീതിയിൽ കാര്യത്തിൽ ഞാൻ അവിടെ നിന്നോട് സംസാരിച്ചില്ലേ? ഓ സാർ അല്ല മോന്റെ കാര്യം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ എന്നാ മോന്റെ കാര്യം നിങ്ങൾ സംസാരിക്കുകയും നിങ്ങളല്ലേ അവന് വീഡിയോ കോൾ വിളിച്ചു കാണിച്ചത്? വീഡിയോ കോൾ ചെയ്തതല്ല സാർ, മോന്റെ ഒരു വീഡിയോ, മോനെ സാറിന് കാണാൻ വേണ്ടി അവന്റെ ബർത്ത്ഡേ വീഡിയോ ഞാൻ സാറിന് കാണിച്ചു തന്നതാണ്. അവന്റെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ വീഡിയോ കോൾ ചെയ്ത ഹസ്ബൻഡ് ആയിരുന്നു സാർ. നിങ്ങൾ ഹസ്ബൻഡ് വന്നില്ല അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് അല്ലേ? അതെ ഹസ്ബൻഡ് വരണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. വീഡിയോ കോൾ വിളിച്ച ഹസ്ബൻഡിനല്ലേ? ഹസ്ബൻഡ് ഒത്തിരി നെഗറ്റീവും. ഒരു മിനിറ്റ്, അതൊരു നല്ല കൺഫ്യൂഷനിലാണ് ഞാൻ. കാരണം 2 ആൾക്കാർ എന്നോട് വീഡിയോ കോൾ അവിടെ വിളിച്ചത് കൊണ്ട് നിങ്ങൾ വീഡിയോന്റെ കാര്യം പറയുകയും ചെയ്തു. പക്ഷെ നിങ്ങളുടെ മകന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. വീഡിയോ അല്ല, മോന്റെ ഒരു ഇത് ഞാൻ സാർ കാണിച്ചു തന്നു. മോന്റെ ഒരു ബർത്ത്ഡേക്കുള്ള ഒരു വീഡിയോ ജസ്റ്റ് മോനെ കാണാൻ വേണ്ടി. സാർ ജസ്റ്റ് ഇറങ്ങുന്ന തിരക്കിലായിരുന്നു. എന്താണ് കാണിച്ചത്? മോന് ഇങ്ങനെ കിടക്കുന്ന വീഡിയോ, അവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതെ, ബർത്ത്ഡേ അത് തന്നെ ഞാൻ ചോദിച്ചത്. അവനോട് കിടക്കുകയല്ലേ? അതെ ആ സമയത്ത് ഭയങ്കര അല്ല, അതാണ് ഓൾറെഡി എന്റെ കയ്യിൽ സ്റ്റോർ ചെയ്തിരുന്ന വീഡിയോ ആണ് ഞാൻ കാണിച്ചത്, ലൈവ് അല്ലായിരുന്നു. വീഡിയോ ആയാലും ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് കൺഫ്യൂഷൻ ആണ്, എനിക്ക് മനസ്സിലാവാത്തൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അവൻ എത്ര കാലം, എനിക്ക് നിങ്ങൾ പറഞ്ഞ ഫുൾ സ്റ്റോറി എനിക്കൊന്നും പിടികിട്ടിയിട്ടില്ല. അവൻ എത്ര കാലമായി കിടപ്പില്? എന്താണ് വിഷയം? അവന് മസ്കുലർ ഡിസ്ട്രോഫി എന്നുള്ള ഒരു അസുഖമാണ്. മസിൽസ് ഒക്കെ വീക്ക് ആവുന്ന ഒരു അസുഖം. എഴുന്നേറ്റ് നടക്കാനൊക്കെ ഇല്ല അവന് നടന്നുകൊണ്ടിരുന്ന അവന്റെ ബോഡിയൊക്കെ വീക്ക്. അപ്പൊ പക്ഷെ അവന് ഒരു മിനിറ്റ് മിനി, ഒരു കാര്യം ചെയ്യും മിനി, നാളെ രാവിലത്തെ മെഡിറ്റേഷൻ സമയത്ത് രാവിലത്തെ മെഡിറ്റേഷൻ നടക്കും, നാളെ 8:30 മണി അല്ലെ? നിങ്ങൾ ഇത് ഡീറ്റെയിൽസ് എനിക്കൊന്ന് വോയിസ് മെസ്സേജ് അയക്കണേ. പ്രസീതക്കാർക്ക് നിങ്ങൾ അയച്ചത് രാധികയ്ക്ക് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വോയിസ് മെസ്സേജ് അയക്കണേ. എനിക്ക് കുറെ അവ്യക്തതകൾ ഉണ്ട് അതിനകത്ത്. സാറിനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടായിരുന്നു ആഗ്രഹമുണ്ട് സാറിന്റെ ഇതൊക്കെ കേൾക്കാൻ. നമുക്ക് സംസാരിക്കാം. ആദ്യം ഞാനൊന്ന് അവനെ പറ്റി പഠിക്കട്ടെ കേട്ടോ. എനിക്ക് വളരെ കുറെ അവ്യക്തതകളുണ്ട്, അതൊന്ന് ക്ലിയർ ആക്കട്ടെ കേട്ടോ. അയച്ചാൽ മതി. ഞാൻ നാളെ മറ്റന്നാൾ ഇതിന്റെ ഇടയിൽ നോക്കിയിട്ട് നമുക്കത് നോക്കാം കേട്ടോ. ആ ഒരു കൺഫ്യൂഷൻ കാണിച്ച വീഡിയോവും നിങ്ങൾ പറയുന്ന വോയിസുകളും തമ്മിൽ എനിക്ക് ഒട്ടും മാച്ച് ആവുന്നില്ല. ഞാൻ 3-4 പ്രാവശ്യം കേട്ട് നോക്കിയപ്പോഴും ഫുള്ളി കോൺട്രാക്ടറി ആണ്. എന്നിട്ടാണ് എനിക്കിത് കൺഫ്യൂഷൻ വന്നിട്ട് ഞാനിത് ഇന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുക, ഇത് ആരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഇവരുടെ പേര് പറയുന്നു, നിങ്ങൾ അവിടെ കാണിച്ച ആള് നിങ്ങളാണ്. എനിക്ക് നിങ്ങളുടെ മുഖമൊക്കെ നല്ല ഓർമ്മയുണ്ട്, പക്ഷെ ഇത് മാച്ച് ആവുന്നില്ല എനിക്ക്. അതാണ് ഞാൻ ചോദിച്ചത്. ഒത്തിരി മനസ്സിന് സുഖം, സമാധാനം കിട്ടി. താങ്ക് യു സാർ. താങ്ക് യു. തീർച്ചയായിട്ടും മാറ്റാം, ശരിയാണ്, ക്ലിയർ ആകും കേട്ടോ. ഓക്കെ സാർ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് ആളെ പേര് എനിക്ക് ഓർമ്മയില്ല. ലാസ്റ്റ് എന്നെ കണ്ട ആളെ പേര് പേര് ചോദിച്ചത് എനിക്ക് മറന്നുപോയതുകൊണ്ടാണ്. ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടും ലാസ്റ്റ് ആയിട്ട് എന്നോട് സംസാരിക്കാൻ നിന്ന ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരാളുണ്ട്. ആരാന്ന് എന്ന് എനിക്ക് പേര് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ മാത്രമേ അന്ന് അവിടെ ബാക്കിയുണ്ട്. ഇവരെല്ലാം അഡ്മിന്മാരെല്ലാവരും പോയതിനു ശേഷം ഞാനും സിബി സാറും രംഗനാഥൻ സാറും പിന്നെ ബിന്ദു ഉണ്ടായിരുന്നു അല്ലെ? ബിന്ദുവിന്റെ മോളോട് ബിന്ദു കണ്ണൂരിൽ ഉണ്ടോ? അവിടെ ഇല്ലല്ലോ. മോളോട് സംസാരിച്ചോണ്ടിരിക്കും, കുറെ നേരം സംസാരിച്ചോടാണ്. പേരല്ല, മകന്റെ കാര്യത്തിന്. ഒന്ന് അവരുണ്ടെങ്കിൽ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഇല്ലെങ്കിൽ നാളെ യൂട്യൂബ് വീഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഒന്ന് അഡ്മിനെ ഒന്ന് ബന്ധപ്പെടണം. എനിക്ക് ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾ അത്രയും പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിരുന്നു, പക്ഷെ എന്തിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നാളെ മറ്റന്ന് നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ പ്രസീതെ ഒന്ന് വിളിച്ചിട്ട് മെസ്സേജ് ചെയ്യണേ. ആള് മനസ്സിലാക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എന്നോട് സംസാരിച്ച് ഞാൻ പുറത്തിറങ്ങി ലിഫ്റ്റ് വരെ
വരുന്ന സമയത്ത് എന്നോട് സംസാരിച്ച ഒരാളുണ്ട്, നീളം കുറഞ്ഞൊരു സ്ത്രീ, പേര് അറിയില്ല എനിക്ക്, അറിയോ ആരാണെന്ന് വെച്ചാൽ കേട്ടോ. ഇവിടെ എന്റെ ചുറ്റുവട്ടത്തിൽ വരെ എന്റെ സൈന്യങ്ങളെല്ലാവരും ചുറ്റുവട്ടത്തിൽ പോകുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട് ഒരാൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ടീമുകൾ മുഴുവൻ ഉണ്ട് കേട്ടോ. നിങ്ങളെ ബന്ധപ്പെടുന്ന അഡ്മിൻ ടീംസുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ലതാംബിക എന്തായി, പോയിട്ട് സൈൻ മേടിച്ചു വന്നോ? ലതാംബിക മാം ഉറങ്ങിയോ? അവിടെ ഇരുന്നിട്ട് ഉറങ്ങി ഇല്ലേ? ട്രെയിനിലാ അല്ലേ? ഓക്കെ. Sir, hello. യെസ് Sir, ശ്രീജ പറഞ്ഞോ. സാർ എന്താ പറയാ, എനിക്ക് ഇങ്ങനെ പറയണത് കിട്ടുന്നില്ല. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വളരെ ശ്രീജ വീഡിയോ ഓഫ് ചെയ്തോ? പറയാൻ കിട്ടുന്നില്ല സാർ. ഇല്ല ഇല്ല, റേഞ്ച് ഇല്ല. വീഡിയോ ഓഫ് ചെയ്തോ? വീഡിയോ ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഹലോ, ഒരു മിനിറ്റ്. ശ്രീജ വീഡിയോ ഓഫ് ചെയ്ത് സംസാരിച്ചു. പറഞ്ഞു ശ്രീജ. ഇല്ല, റേഞ്ചിന്റെ വിഷയമാണ്. അടുത്ത ആരാ പറഞ്ഞു? വേറെ മ്യൂട്ട് ചെയ്തേ. ഹലോ, പറയട്ടെ സാർ. സാർ പറയട്ടെ സാർ. സാർ എനിക്ക് റേഞ്ചിന്റെ വിഷയമുണ്ട്. പിന്നെ വോയിസ് അയച്ചോളൂ കേട്ടോ. ഓക്കെ, വേറെ ആരും മുമ്പ് പറയുന്നുണ്ടോ? ഹലോ സർ, കേൾക്കാമോ? എന്റെ പേര് പ്രീത. സാർ എനിക്ക് പ്രാർത്ഥിക്കുമ്പോ എന്താ പറയാ, ഒരു സന്തോഷം. എന്തായാലും സാർ പറഞ്ഞത് നടക്കും. നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ മ്യൂട്ട് ചെയ്തോളൂ. പിന്നെ വോയിസ് ആയിട്ട് അയച്ചാൽ മതി. ഓക്കെ. പ്രീത ചെയ്യൂ സർ. ഞാൻ ക്ലാസ്സിന് ഒരുപാട് സാർ എറണാകുളത്ത് ക്ലാസ് നടത്തിയ പോലെ എനിക്ക് അറിയായിരുന്നു, പങ്കെടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് സാർ ട്രിവാൻഡ്രം അല്ലേ സാർ സെക്കൻഡ് ക്ലാസ് എടുത്തിരുന്നേ, അതും എനിക്ക് പറ്റിയില്ല. ഞാൻ സാർ എറണാകുളം ക്ലാസ് കഴിയുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സാറിന്റെ യൂട്യൂബ് കാണുന്നത്. അപ്പൊ മൂലം ഒരുപാട് ആഗ്രഹമുണ്ട്. എന്റെ മെയിൻ ഇഷ്യൂ എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഫാമിലി വരെ ഒരു വിധത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്ന രീതിയിലിരിക്കുന്നത്. അപ്പോഴാണ് സാറിന്റെ ക്ലാസ്, കാരണം മാനസികമായിട്ടൊക്കെ വളരെയധികം, എനിക്കിപ്പോ വയസ്സ് 38, ഞാനൊരു 50 വയസ്സിന്റെ ആളുടെ ഒരു മൈൻഡ് പോലെ ആയിപ്പോയി. എനിക്ക് അത്രയും എന്റെ മാനസികാവസ്ഥയൊക്കെ താഴെ പോയിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും. ഒരുപാട് എന്ന് പറഞ്ഞാൽ വളരെയധികം ചേഞ്ച് സാർ. എനിക്കൊരു ഡ്രസ്സ് ധരിക്കാൻ പോലും ഉള്ള ഒരു മാനസികാവസ്ഥയില്ല. കിട്ടണതിടുത്തിടും ആൾക്കാർ ചോദിക്കുമ്പോൾ ഇതെന്താ നീ ഇങ്ങനെ നടക്കുന്നത്, നിനക്ക് എന്താ പറ്റിയെന്ന്. പക്ഷെ എനിക്ക് എങ്ങനെയാണ് സാറിന് എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ അവിടെ വന്നപ്പോഴാണെങ്കിൽ ഓരോരുത്തർ സാറിനോട് സംസാരിക്കുമ്പോഴും എനിക്ക് സാറിനോട് ഇപ്പോഴും എന്റെ ശബ്ദം വിറയ്ക്കുക. എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം, എത്രത്തോളം പറയണം ഒന്നും അറിയില്ല സാർ. എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇനിയും ലൈഫ് ലോങ് സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ ക്ലാസ്സിലും. ഇനിയും എന്റെ കാര്യങ്ങൾ പതുക്കെ എനിക്കും തോന്നുന്നു ഒറ്റയടിക്കൊന്നും എന്റെ കാര്യങ്ങൾ ശരിയാവില്ല, കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്ക് തന്നെ ഒരു ഫീല് തോന്നുന്നു. അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ. പക്ഷേ മാനസികമായിട്ട് ഒരുപാട് സന്തോഷമുണ്ട് സർ. ഞാൻ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ചില സമയത്തിന് ഇങ്ങനെ മനസ്സ് താഴത്തേക്ക് പോവും, ഡൗൺ ആയി പോവും. പക്ഷെ എനിക്ക് അതിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എന്നെ ആത്മനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് സാർ. വളരെയധികം നന്ദിയുണ്ട് സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. സാറിനെ കാണണം, സാറിന്റെ അടുത്ത് വന്ന് ജസ്റ്റ് ഒന്ന് അനുഗ്രഹം മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല, അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ മനസ്സിലായി എന്നെക്കാളും ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ അവിടെ ഉണ്ടെന്ന്. ഞാനും കാണാമോ സാർ? ഹലോ, ഞാനും മോനും കൂടിയായിരുന്നു അവിടെ വന്നിരുന്നതെന്ന്. അവൻ 10ാം ക്ലാസ് ആണ്. അപ്പൊ അവനെയും സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അവനും ഇങ്ങനെ എന്താ പറയാ, ഒന്നിലും ഒരു ശ്രദ്ധയില്ല, അങ്ങനത്തെ ഒരു
മൈൻഡാണ് ആൾക്കും. കുടുംബത്തിലേക്കാണെങ്കിലും ഇങ്ങനെ എല്ലാവരും പറയും അവൻ ഭയങ്കര കുസൃതിയാണ്. സാർ ഒന്ന് സംസാരിച്ചിരുന്നു അവന്റെ അടുത്ത് അന്ന് ക്ലാസ്സിൽ വന്നപ്പോ. പ്രീത, ഇന്ന് ഞാന് യാത്രയിൽ ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ ഫുൾ ഓഡിയൻസിന്റെ ഫോട്ടോസ് ഇല്ല, ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളെ ഓർത്തു. കാരണം നിങ്ങൾ അവിടെ എന്നെ കാണാനോ ബുക്ക് സൈൻ ചെയ്യാനോ വന്നതായിട്ട് എൻ്റെ ഓർമ്മയില്ല. ക്ലാസ്സിൽ കണ്ടതേ ഉള്ളൂ. ഇല്ല, ഞാൻ സ്റ്റേജിൽ വന്നിരുന്നു സാറിന്റെ അടുത്ത്. കൃത്യമായി ഞാൻ ഓർത്തു. ഞാൻ അതിന്റെ ആളെ കണ്ടുപിടിച്ചത്. ആരാ പേരൊന്നും എനിക്കറിയില്ലല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല. പേര് നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടാവും, ആ സമയത്ത് വിളിച്ചു പോകുന്നല്ലാണ്ട്. ഞാൻ നിങ്ങളെ മകനെയും ആലോചിച്ചു. മകനെ ഞാൻ കണ്ടിരുന്നു, അവനെ തോളിൽ തട്ടി സംസാരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങളെയും ഞാൻ ശരിക്കും ഇന്ന് ഞാൻ ഓർത്തിരുന്നു. നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് ഇന്ന് ഞാൻ ഓർത്തിരുന്നു. ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചു തന്നെ സാറിന്റെ അടുത്ത് വന്നിരുന്നതും. പക്ഷെ അവിടെയാണെങ്കിൽ ഇവിടെ വീട്ടിലും അമ്മയ്ക്കൊക്കെ വയ്യാതെ, അപ്പൊ എനിക്ക് പോകാനായിരുന്നു. ഞാൻ 2 വീലറിന് അവിടം വരെ വന്നതും എന്റെ വണ്ടി അത്ര കണ്ടീഷൻ ഒന്നും അല്ല, എന്നെ അവിടെ എത്തിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ പോലും പകുതി വഴിക്ക് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് വണ്ടിക്ക്. പക്ഷെ വണ്ടി പണിയാൻ പോലും അവസ്ഥ മോശമാണ്. പക്ഷെ ഞാൻ ആ വണ്ടി കൊണ്ട് അവിടം വരെ എത്തി. ഞാനെന്റെ മോനെ, അവൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കുത്തിപ്പൊക്കി. കാരണം എനിക്ക് അവനെ എങ്ങനെയെങ്കിലും സാറിന്റെ അടുത്ത് എത്തിക്കണം എന്നൊരു മൈൻഡായിരുന്നു എനിക്ക് എന്നെക്കാളും കൂടുതൽ. അപ്പൊ ഞാൻ എങ്ങനെയോ എന്തായാലും അവൻ വന്നു എന്റെ കൂടെ. അവനും ഭയങ്കര ഹാപ്പിയാണ് ആള്. സാറിനോട് സംസാരിച്ചപ്പോ നേരിട്ട് ആളും ഹാപ്പിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന്റെ 15 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ സാറ്. അപ്പൊ അത് അവനെ ചേർക്കണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അവന് വിട്ടോ. 15 ഒരുപാട് വയസ്സിന് സന്തോഷം. ഞാൻ എനിക്കങ്ങനെ എന്താ പറയാ, അങ്ങനെ സ്റ്റേജസിൽ ഞാൻ പാട്ട് പാടും, സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതാണ്. എനിക്ക് അങ്ങനെ മടിയില്ല സത്യം പറഞ്ഞ ഓഡിയൻസ് അങ്ങനെ ക്രൗഡിനോട് സംസാരിക്കുന്നതിന്. പക്ഷെ എനിക്ക് എന്തോ ഇപ്പൊ നമ്മുടെ ഈ സൂം മീറ്റിംഗിലാണെങ്കിൽ പോലും എനിക്ക് സംസാരിക്കാനായിട്ട് എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സർ. പക്ഷെ ഇന്ന് എന്തായാലും എനിക്ക് സാറിനോട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ മനസ്സുകൊണ്ട് പ്രിപ്പയർ ആയിട്ട് വന്നതാണ്. ഒന്നുമില്ല, സാറിനോട് താങ്ക്സ് പറയണം, അത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട് സർ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഇനി സംസാരിക്കാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ബി ഹാപ്പി. സാർ സംസാരിക്കട്ടെ? സാർ ഞാൻ സംസാരിക്കട്ടെ? ഞാൻ സംസാരിച്ചോ. ശ്രീജയാണ്. അപ്പോഴേ സംസാരിക്കാൻ പറ്റിയില്ല സാർ. സാർ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ ഫ്രീ ക്ലാസ്സിലാണ്. ഇപ്പൊ മെഡിറ്റേഷൻ ക്ലാസ്സിലില്ല. പൈസ ഞാൻ ഇപ്പോൾ കയറ്റാൻ പോകുന്നതേ ഉള്ളൂ. എനിക്ക് അപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഏട്ടൻ സ്ഥലം വിറ്റിട്ട് പൈസ 5 ലക്ഷം രൂപ, അവര് 50,000 രൂപ, സാറ് 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരും ചോദിക്കുന്നു പറഞ്ഞു. ഓരോ തടസ്സങ്ങള് ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ? ഞാൻ എന്താ കല്ല് ശ്രീജയോട് ഞാൻ അവിടുന്ന് കൃത്യമായി പറഞ്ഞു എന്താണ് നിങ്ങളുടെ വിഷയം? 5 ലക്ഷം തരും, ധൈര്യമായിട്ട് ഇരിക്കും പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു നിങ്ങൾ എന്താണ് വിഷയം എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾ ഇത്രയും പൈസ തന്നിട്ട് അവിടെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മുഴുവൻ പഠിപ്പിച്ച് തന്നിട്ട് നിങ്ങൾ അതിനെല്ലാം വ്യത്യസ്തമായി എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു മാറ്റം ഉണ്ടാവേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ അടുത്താണ്. അത് നിങ്ങൾ മാറ്റാൻ തുടങ്ങൂ എന്ന് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് വീണ്ടും പറയാൻ ശ്രമിക്കുന്ന അതേ സാധനം തന്നെയാണ്. ഇതെന്താ മറുപടി പറയണ്ടേ? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഞാൻ കാണിച്ചു തന്നിരുന്നു നിങ്ങളിൽ എവിടെയാണ്. ഞാൻ അവിടെ ഞാൻ കൃത്യമായി ഏറ്റവും കൂടുതൽ ബാക്കി എല്ലാവർക്കും അത്രയും സമയം കൊടുക്കുന്നതിൽ കൂടുതൽ നിങ്ങളെ 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയി നിങ്ങളോട് പറഞ്ഞു മാറ്റം ഉണ്ടാക്കണം. അത് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ വാക്കുകളിൽ ഉണ്ടാവുന്നുണ്ട്. അതൊന്ന് മാറ്റിപ്പിടിക്കൂ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി കൂടുതൽ ഇത്തരം ക്ലാസ്സുകളോട് പങ്കെടുത്ത് ക്ലാസ്സുകൾ കേട്ട് 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 നിങ്ങൾ മാറ്റാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ മാറും. അങ്ങനെയും മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. വിജയകുമാർ ഹാൻഡ് റൈസ് എന്ന് പറഞ്ഞോളൂ. സാറേ താങ്ക് യു സാർ. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ വരണമെന്ന്, സാറിന് നേരിട്ട് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് അവിടെ വരാൻ പറ്റുന്നു. പക്ഷെ സാറിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അവിടെ വരാൻ പറ്റിയത്. സാറിന് നേരിട്ട് കണ്ട് ഞാൻ സാറിനോട് സംസാരിച്ചായിരുന്നു ഓൾറെഡി. സാറിന്റെ കയ്യൊപ്പം കിട്ടി എനിക്ക്. വളരെ സന്തോഷം. സാറിന്റെ ക്ലാസ്സിൽ ഇനിയും എനിക്ക്
പങ്കെടുക്കണമെന്നുണ്ട്. എനിക്കൊന്നും പറയണമെന്ന് അറിയില്ല, അത്ര സന്തോഷമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പൊ സംസാരം അവിടെ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ ടോക്കൺ എടുക്കാനേ ട്രെയിൻ വിട്ടുപോകുന്നുള്ള പേടി ഓർത്ത് ഞാൻ എളുപ്പം പോന്നു. എന്നാലും വീട്ടിലെത്തിയപ്പോ തന്നെ 8 മണിയായി. ബസ്സിനാ പോകുന്നത്. അപ്പൊ എനിക്ക് സാറോട് നേരിട്ട് എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കണുണ്ട്. അതിന് എപ്പോഴാ സമയം കിട്ടുക? സാറൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതനുസരിച്ച് വിളിക്കാമായിരുന്നു, പേഴ്സണലായിട്ട് സംസാരിക്കാൻ. അങ്ങനെ ഒരു സമയം എനിക്ക് പറയാൻ തൽക്കാലം നടക്കില്ല. കാരണം എനിക്കും അറിയില്ല എന്റെ സമയം ഏതൊക്കെയാ പോണേന്ന്. നിങ്ങള് ഒന്ന് സമയത്തിനനുസരിച്ച് അഡ്മിന്മാരെ ബന്ധപ്പെട്ട് അവര് ഷെഡ്യൂൾ ചെയ്ത് എപ്പോഴെങ്കിലും എത്തുന്ന സമയത്ത് നോക്കൂ. ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞാല് കൃത്യമായി അങ്ങനെ പല 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 ശ്രമിക്കാം. നമുക്ക് എന്തായാലും നോക്കൂ കേട്ടോ, നോക്കാം. അഡ്മിനോട് ചോദിച്ചാൽ മതിയല്ലോ നമുക്ക്. ഇപ്പൊ ചോദിക്കണ്ട, 15-ാം തീയതി വരെ ഒന്നും ചോദിക്കണ്ട. കാരണം 16-ന് വിഷു കഴിഞ്ഞ ശേഷം ഏകദേശം തിരിച്ചു പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുവരെ ഒന്നും എനിക്ക് പറ്റൂല. ഇപ്പോഴത്തെ ഈ സംസാരത്തിന് സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാ. അതുവരെ കഴിയട്ടെ. അത്ര അത്യാവശ്യമാണോ? അത് കഴിഞ്ഞിട്ട് മതിയോ? എന്നാ 15-ാം തീയതി സാറിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് മതി എന്തായാലും. അപ്പൊ ഞാൻ അന്ന് അവിടെ നിൽക്കാൻ എല്ലാവരുടെയും കാര്യങ്ങൾ പറയാൻ നിക്കുവല്ലോ. അപ്പൊ ഞാൻ ആ ഇടക്ക് പറയുമ്പോ സാറ് മറന്നു പോവോ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള അവിടെ നമ്മൾ വിചാരിച്ച പോലെ ആരോടും സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ച എല്ലാവർക്കും 10 മിനിറ്റെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാനുള്ള സ്ഥലം പോലും റെഡിയാക്കി വെച്ചിട്ട് അവിടേക്ക് എനിക്ക് പോകാനേ പറ്റിയില്ല. ആ സ്പേസിലേക്ക്, ഇരിക്കേണ്ട സ്ഥലത്തേക്ക്. നിങ്ങളെല്ലാരും വന്ന് നിന്ന് ഉപ്പ് മേടിച്ച് പോയി എന്നല്ലാതെ ആരോടും അതിന്റെ ഇടയിൽ ഈ ഉപ്പ് മേടിക്കുന്നതിനിടയിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമല്ലാതെ ഒരാൾക്കും പേഴ്സണൽ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടേ ഇല്ല. ഓക്കെ സാർ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ LIC ആണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിലൊരു പ്രോഗ്രസ് ഉണ്ട്, ഒരു വരുമാനം എനിക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു. അത് എനിക്ക് അതിന് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ കയറിയതിനെ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. മാനസികമായ ഒരുപാട് സന്തോഷം. നന്നായിട്ട് പെരുമാറാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ അതൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. ഞാൻ സാർ സംസാരിക്കാം നമുക്ക്. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ അഡ്മിനോട് സമയം ചോദിച്ചോളാം എന്തായാലും. 15-ാം തീയതിക്ക് ശേഷം കാണാൻ പറ്റുമല്ലോ. 16-ാം ശേഷം ഞാൻ തിരിച്ചു പോയിട്ട് നോക്കാം. എന്തായാലും ഒന്ന് ചോദിച്ചോളൂ, ഞാൻ പറയാം. ഇവരില്ലെങ്കിൽ എപ്പോഴും വിളിക്കോ. ഓക്കെ സാർ, താങ്ക് യു. പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹാപ്പി ന്യൂസ് ഉണ്ട്. നിങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ആണ്. ക്ലാസ്സുകൾ തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂം ക്ലാസ്സുകൾ തൃശ്ശൂർ പ്രോഗ്രാം നിങ്ങൾക്കല്ല എല്ലാവരോടും കോമൺ ആയിട്ട് പറയാണ്. എല്ലാവർക്കും വീണ്ടും ക്ലാസ്, അതേ ക്ലാസ് തന്നെ അന്ന് അവിടെ പഠിപ്പിച്ചത് വീണ്ടും പഠിപ്പിക്കും. കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂ പഠിപ്പിക്കാനുണ്ട്. ആ സാധനം കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് ആണ്. നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടാവും സെപ്പറേറ്റ് ആയിട്ട്. കാരണം അന്ന് ഞാൻ വിചാരിച്ച അത്രയും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും അറിയാം ചെയ്യാറുള്ള കാര്യം, എനിക്കൊരു കോൺസെപ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ അത് എനിക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് തോന്നുന്നത് വരെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തൃശ്ശൂർ പോകാൻ ബാക്കിയുള്ളവരെല്ലാം അന്ന് പഠിപ്പിക്കാൻ വലിയ കാര്യമാണെന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അത് കല്ലിൽ അവസാനം കല്ല് ടെക്നിക്ക് നിങ്ങൾക്ക് നൂല് എല്ലാവരും എടുത്തല്ലോ, നൂലും തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? നൂല് ചരടും കൂടി പഠിപ്പിക്കാറുണ്ട്. അതിന്റെ മറ്റു രൂപത്തിലും ഇനി നിങ്ങൾക്ക് വീണ്ടും പഠിക്കാം. താങ്ക് യു. കമല പ്രേമദാസ് എന്ന് പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ ഹലോ, കമല പ്രേമദാസ് ഇല്ല, എല്ലാ ദിവസവും അബദ്ധത്തിലാണ്. അപ്പൊ എന്തായാലും ഇന്ന് നിർത്താം അല്ലെ? താങ്ക് യു ഓൾ. സാർ ഞാൻ തൃശ്ശൂർ പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ്. ജയശ്രീ ഒരു ഭാവിയായിട്ട് സാറിനെ വന്ന് കണ്ടായിരുന്നു സാർ. അതിലെ അവന്റെ ലക്ഷ്യം എഴുതാനുണ്ട്. മകൻ ശിവാംശിന് പൂർണ്ണ ആരോഗ്യവും ആയുസ്സും വേണം എന്നാണോ എഴുതണ്ടേ? പൂർണ്ണ ആരോഗ്യവും ആയുസ്സും തന്നതിന് നന്ദി എന്നാണോ എഴുതണ്ടേ? കല്ലിന്റെ ചെയ്യാനായിട്ട്. അല്ലല്ല, ഒരു മിനിറ്റ്. ജയശ്രീ ഇപ്പൊ വിളിക്കും കേട്ടോ. നിങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക്. ഞാൻ രാവിലെ അഡ്മിനോട് പറഞ്ഞിരുന്നു. ഇപ്പൊ കുറച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. അല്ലെങ്കിൽ എന്താ സീനയോ അല്ലെങ്കിൽ ജസ്റ്റിനെ ഇപ്പൊ വിളിക്കാം. പ്രസിദ്ധ വിളിക്കും കേട്ടോ. ഞങ്ങളാരും വിളിക്കും ഇപ്പൊ അങ്ങോട്ട്. കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അഫർമേഷൻ എഴുതാം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. പിരിയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് നാളെ എടുക്കാം. നാളെ എടുക്കാൻ പറ്റില്ലല്ലോ.
നാളെ എത്തൂല, നാളെ ആ വണ്ടി യാത്രയിലായിരിക്കും. നാളെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് വയനാട്ടിലെത്തിയാലായി. വയനാട്ടിൽ റിസോർട്ടിൽ എത്തിയാൽ 9 മണിക്ക് മുമ്പ് എത്തിയാൽ ലിങ്ക് ഇടാം. 9 മണിക്ക് എത്തിയില്ലെങ്കിൽ നാളെ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി മാനിഫെസ്റ്റ് ചെയ്യൂ, ഞങ്ങൾ നേരത്തെ വയനാട്ടിലെത്താനായിട്ട് കേട്ടോ. നാളെ വയനാട്ടിലാണ് താമസം, എന്നിട്ട് ആ നാട്ടിലേക്ക് കൊണ്ടു. ഓക്കെ, Yes, thank റെഡി you. അല്ലേ? താങ്ക് യു സർ, താങ്ക് യു. Sir, thank you. Thank you, sir. Thank you, sir. താങ്ക് യു സർ.